ഒന്ന് യോഹന്നാൻ്റെ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിച്ച് ഇന്നത്തെ ധ്യാനം നമുക്ക് പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. ഓൺലൈനിൽ ഞങ്ങളെ വാച്ച് ചെയ്യുന്നവർക്ക് ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദയവ് ചെയ്ത് ഈ വചന ശുശ്രൂഷയിൽ നിങ്ങൾ ഭാഗവാക്കാകണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ആമേൻ. അതോടൊപ്പം തന്നെ നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഈ ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്നും ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 1 യോഹന്നാന്റെ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. ആമേൻ. സ്തോത്രം. ഇങ്ങനെ പറയുന്നു: ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. ഒരു വലിയൊരു സത്യമാണ്. യോഹന്നാൻ എന്ന് പറയുന്ന വ്യക്തി ദൈവസഭയോട്, ബിഫോർ ദാറ്റ് നമ്മുടെ ചർച്ചിൽ ആലയത്തിൽ 2 പേർ പുതുതായിട്ട് കടന്നു വന്നിട്ടുണ്ട്. മോനെ പേരൊന്ന് പറയാമോ? പേര് നെൽസൺ പ്രൈസൺ ഫ്രം കോശീസിൽ ഫസ്റ്റ് ഇയർ പഠിക്കാൻ വന്നതാണോ? വെരി ഗുഡ്. പ്രൈസ് നാട്ടിലെവിടെയാണ് മോനെ? നിലമ്പൂർ. താങ്ക് യു ഫോർ സിസ്റ്റർ. ക്യാൻ യു പ്ലീസ് ടെൽ യുവർ നെയിം? കഴിഞ്ഞ ആഴ്ചയിൽ ഹിന്ദി ആരാധനയ്ക്ക് കിടന്ന സഹോദരിയാണ്. ഹലോ സിസ്റ്റർ, താങ്ക് യു വെരി മച്ച് ഫോർ ജോയിനിങ് വിത്ത് അസ് ഈവൻ ദോ യു മേ നോട്ട് അണ്ടർസ്റ്റാൻഡ് മലയാളം, ബട്ട് താങ്ക് യു ഫോർ ജോയിനിങ് വിത്ത് അസ്. കഴിഞ്ഞ ആഴ്ചയിൽ ഈ സഹോദരി നമ്മുടെ മലയാളം ആരാധനയ്ക്ക് ഹിന്ദി ആരാധനയ്ക്ക് കടന്നു വന്നു. വൈകിട്ട് എല്ലാ ആരാധനയെല്ലാം കഴിഞ്ഞിട്ടാണ് താൻ മടങ്ങിപ്പോയത്. താങ്ക് യു ഫോർ ജോയിനിങ് വിത്ത് അസ്. ഓക്കെ, ഗോഡ് ബ്ലസ് യു മോനെ. താങ്ക് യു ഫോർ കമ്മിങ്. നിലമ്പൂരിൽ നിന്ന് കടന്നു വന്നതിനുള്ള സന്തോഷം അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. യോഹന്നാൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ ലേഖനം എഴുതിയത്. ഈ ലേഖനം യോഹന്നാൻ എത്ര പുസ്തകങ്ങൾ എഴുതിയാൽ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഹൗ മെനി ബുക്സ് അപ്പോസ്റ്റൽ ജോൺ റോട്ട്? എത്ര ബുക്ക് അപ്പോസ്റ്റൽ ജോൺ? അറിയാവുന്നവർ പറയരുത്, ഞാൻ ചോദിക്കുന്നവർ മാത്രം പറഞ്ഞാൽ മതി. ഇപ്പോൾ അറിയാം ആരുടെ കപ്പാസിറ്റി എത്ര ഉണ്ടെന്ന്. എത്ര ബുക്കാണ്? 66 പുസ്തകം. രൂഫസ് പറയുന്നു യോഹന്നാൻ 66 പുസ്തകം ബൈബിളിൽ എഴുതിയിരിക്കുന്നതെന്ന് പറയുന്നു. പറഞ്ഞല്ലോ 66 പുസ്തകം ബൈബിൾ ഉണ്ടെന്നെങ്കിലും പറഞ്ഞു. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്റ്റൽ ജോൺ, ഹൗ മെനി ലെറ്റേഴ്സ് അപ്പോസ്റ്റൽ ജോൺ റോട്ട് ഇൻ ദ ബൈബിൾ? എത്ര പുസ്തകമാണ് യോഹന്നാൻ ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത്? പറയാൻ നാവിൻ്റെ തുമ്പിലിരിക്കുന്നവരുണ്ട്. എനിക്കറിയാം, നിങ്ങളുടെ മുഖം കാണുമ്പോൾ അറിയാം. പാസ്റ്റർ ഇതെനിക്കറിയാം, ഒന്ന് ഓപ്പർച്യൂണിറ്റി ഒന്നാതെ ഞാൻ പറയാം. എനിബഡി എൽസ് ബൈബിൾ സ്കൂൾ സ്റ്റുഡൻസ്? ഹൗ മച്ച്? 5. വെരി ഗുഡ്. കരങ്ങളെ അടിച്ച് കർത്താവിന് നന്ദി പറയാം. 5 പുസ്തകമാണ് യോഹന്നാൻ. ഈ യോഹന്നാൻ്റെ ഫാദറിൻ്റെ പേര് അറിയാവുന്ന ആരെങ്കിലും ഒന്ന് കൈ ഉയർത്താമോ? യോഹന്നാൻ്റെ ഫാദറിൻ്റെ പേര് അറിയാവുന്നവർ? പാസ്റ്റർമാർ വിട്ടേരെ, ബാക്കിയുള്ളവർക്കെങ്കിലും. എനിബഡി എൽസ്? യോഹന്നാൻ്റെ ഫാദറിൻ്റെ പേര് പറഞ്ഞേ. യാക്കോവല്ല, സോറി. യോഹന്നാൻ്റെ ഫാദറിൻ്റെ പേര് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞോ. ആരോ ബാക്കിൽ നേരം ഒന്നൊരു ഉത്തരം പറഞ്ഞു. യോഹന്നാൻ സക്കറിയ. വെരി റോങ് ആൻസർ. സക്കറിയ അല്ല, വേണ്ട, കൈതാത്തുണ്ട്. എനിക്കറിയാന്നറിയും. എനിബഡി എൽസ്? ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഡാഷ് മക്കൾ എന്നാണ് അവരെ പറഞ്ഞിരിക്കുന്നത്. ഡാഷിയുടെ മക്കൾ. യോഹന്നാൻ്റെ ഫാദറിൻ്റെ പേരാണ് സബദി. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യോഹന്നാൻ്റെ സഹോദരൻ്റെ പേരെന്ന് പറയാമോ? ആരാ? യാക്കോബ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാമോ? അപ്പോൾ ഈ യാക്കോബിന്, നിങ്ങൾ രണ്ടുപേരും പറയരുത്, ഈ യാക്കോബിന് എന്താ പറ്റിയെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? യോഹന്നാൻ്റെ പപ്പയുടെ പേര് സബദി. ഈ യോഹന്നാൻ്റെ സഹോദരൻ്റെ പേര് യാക്കോബ്. വാട്ട് ഹാപ്പൻഡ് ടു ദിസ് യാക്കോബ്? ബിഗഡഡ്. ആരാ പറഞ്ഞത്? വെരി ഗുഡ്. ഈ യാക്കോബിൻ്റെ ഇന്ന് രാവിലത്തെ ഇംഗ്ലീഷ് സർവീസിന് മെസ്സേജ് മൊത്തം കേട്ടിട്ടിരിക്കുക. സോ ദാറ്റ് ഈസ് വൈ വെരി ഈസിലി. ഈ യാക്കോബിൻ്റെ യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ ഹെരോദാവ് അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിൽ വാൾ കൊണ്ട്, ഈർച്ചവാളിനാൽ അറുക്കപ്പെട്ടു. യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. അതാണ് യോഹന്നാൻ്റെ ഹിസ്റ്ററി. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ദ ലൈഫ് വാസ് നോട്ട് ഈസി. യോഹന്നാൻ്റെ ജീവിതം ഈസി അല്ലായിരുന്നു. ഈ യോഹന്നാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് യേശു ഇവരെ വിളിക്കുന്നതെന്ന് അറിയാമോ? വാട്ട് ദേ വർ ഡൂയിങ് വെൻ ജീസസ് വാസ് കോളിംഗ് ദ ഡിസൈപ്പിൾസ്? ഈ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ ഇവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? മീൻ വറുത്തുകൊണ്ടിരിക്കുകയായിരുന്നോ? അതോ അവർ വീട്ടിനകത്തായിരുന്നോ? വല നെയ്യുമായിരുന്നു.
വല നന്നാക്കുകയായിരുന്നു. എനി അതർ ആൻസർ? മർക്കോസിന്റെ ശേഷം 1-ാം അധ്യായം, ഗോസ്പൽ ഓഫ് മാർക്ക് ചാപ്റ്റർ 1. വല നന്നാക്കുകയായിരുന്നോ? അതിൻ്റെ ശീമോനും അവന്റെ സഹോദരനായ അന്ത്രയോസും അല്ല, അവിടെ 19-ാമത്തെ വാക്യം. അവിടെ നിന്ന് അല്പം മുന്നോട്ട് ചെന്നപ്പോൾ സബദിയുടെ മകനായ യാക്കോബും അവന്റെ സഹോദരനായ യോഹന്നാനും പടകിലിരുന്ന് വല നന്നാക്കുന്നത് കണ്ടു. ദൈവത്തിന് സ്തോത്രം. ഇവർ രണ്ടുപേരും വല നന്നാക്കിക്കൊണ്ട്, ഇതിനകത്ത് ഭയങ്കര ദൂതുണ്ടേ. ഇവർ രണ്ടുപേരും വല നന്നാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ യേശു അടുത്തിയല്ലാണ്. അടുത്തെന്ന് പറയുന്നത് അവൻ ഉടനെ അവരെയും വിളിച്ചു. അവർ അപ്പനായ സബദിയെ കൂലിക്കാരോടുകൂടെ പടകിൽ വിട്ട് അവനെ അനുഗമിച്ചു. പ്രൈസ് ദി ലോർഡ്. യേശു വിളിച്ചപ്പോൾ ഈ യാക്കോബും ഈ യോഹന്നാനും അപ്പനായ സബദിയെ കൂലിക്കാരോടുകൂടെ പടകിൽ വിട്ടു. അപ്പോൾ ഈ യോഹന്നാൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ വെച്ചിരുന്നു. അന്നത്തെ കാലത്ത് കൂലി വെച്ചിട്ടാണ് എന്ത് ചെയ്ത് ഫിഷിങ്ങിന് ചെയ്തുകൊണ്ടിരുന്നത്. കൂലിക്കാരുണ്ടായിരുന്നു സബദിക്ക്. സബദിയുടെ മക്കളും യോഹന്നാനും യാക്കോബും, അവർക്ക് കൂലിക്കാരുണ്ടായിരുന്നു. ഈ കൂലിക്കാരുടെ കൂടെ ഫിഷിങ്ങിന് പോയിട്ട് വല നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ യേശു എന്ന് പറയുകയാണ്, ഫോളോ മീ, എന്നെ പിൻപറ്റുക. ഇത് കേട്ട മാത്രയിൽ ഇവർ ഒന്നും മറച്ചു വയ്ക്കാതെ അപ്പനോട് പറഞ്ഞു, പപ്പ, യേശു ഞങ്ങളെ വിളിക്കുന്നു, ഞങ്ങൾ യേശുവിൻ്റെ പുറകെ പോകുകയാണ്. ഒരു മുൻവിധിയുമില്ലാതെ നമ്മൾ പാടാറില്ലേ, ആഴിയെന്നോർത്തില്ല, ആഴമരാഞ്ഞില്ല, അലകൾക്കു ഞാൻ തല്ലും ഭയപ്പെട്ട്. ആ ചെറിയ തുടക്കമാണ് അവരുടെ യേശുവിനോടുള്ള യാത്ര തുടങ്ങുന്ന ചെറിയ തുടക്കം. യോഹന്നാൻ്റെ ജേർണി ബിഗിൻസ് അവിടെ തുടങ്ങുകയാണ്, വല നന്നാക്കിക്കൊണ്ടിരുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈഫ് അതേപോലെ ഒരുപക്ഷെ തുടങ്ങിയതായിരിക്കാം യേശുവിൻ്റെ കൂടെ. ഇനി മുൻപോട്ടുള്ള വചനം ധ്യാനിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു, ദൈവം നിങ്ങളെ എവിടെയാണ് കൊണ്ടുപോകാൻ പോകുന്നതെന്ന് നിങ്ങളെ അതിശയിക്കത്തക്ക രീതിയിൽ ദൈവം ചില കാര്യങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അതിശയിപ്പിക്കും. ഒരാമയും പറയാമോ? ഈ ദൂതിനെ ഏറ്റെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ ഏറ്റെടുത്തോ. ദൈവം 2-3 വർഷം മുമ്പ് ഞാൻ ഇങ്ങനെ പറഞ്ഞു നടന്നു, എൻ്റെ കർത്താവിനെ അതിശയിപ്പിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവ്, ഞാൻ ആ ദൂത ഏറ്റെടുത്തു. കർത്താവ് നിങ്ങളെ അതിശയിപ്പിക്കും. നിങ്ങളുടെ കഴിവ് കൊണ്ട് ചെയ്യാൻ പറ്റാത്തത്, നിങ്ങളുടെ കപ്പാസിറ്റി കൊണ്ട്, നിങ്ങളുടെ സാലറി കൊണ്ട്, നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കൊണ്ട്, നിങ്ങളുടെ കുടുംബ പാരമ്പര്യം കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, ദൈവം ചില കാര്യങ്ങൾ നിങ്ങളെ അതിശയിപ്പിക്കും. യു വിൽ ബി അമേസ്ഡ്. ഓ, താങ്ക് യു ജീസസ്. ഈ ജേർണി ആരംഭിക്കുന്നത് വളരെ ചെറിയൊരു ജേർണിയാണ്. ഇവർ വിട്ടത് അപ്പനെയാണ്. പടക് വിട്ടു, അപ്പനെയും വിട്ടു, പടകം വിട്ടു. എന്നിട്ട് 2 സഹോദരന്മാർ ഒരുമിച്ച് യേശുവിൻ്റെ പുറകെ ഇറങ്ങിത്തിരിക്കുകയാണ്. കർത്താവിനെ കരങ്ങൾ ഉയർത്തി ഒരു സ്തോത്രം പറയാം. ഹല്ലേലൂയ. ഇവരുടെ മുൻപോട്ടുള്ള യാത്രയിൽ നിങ്ങൾക്കെല്ലാവർക്കും യേശുവിൻ്റെ കൂടെ ഇറങ്ങിത്തിരിച്ചു ഒരുപാട് അത്ഭുതങ്ങൾ, അടയാളങ്ങളെല്ലാം ഈ യോഹന്നാനും യാക്കോബും കണ്ടു. യേശുവിനൂടെ ഇറങ്ങിത്തിരിച്ച് ഈ യോഹന്നാൻ ഇങ്ങനെ യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നു. ഈ യേശുവിൻ്റെ ഒരു വിളിപ്പേരുണ്ട്. എന്താ വിളിപ്പേരെന്ന് അറിയാമോ? യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യൻ എന്നാണ് ഈ ശിഷ്യനെക്കുറിച്ച് ആമേൻ മറ്റുള്ളവരും ദൈവജനത്തിനകത്തും ഈ ശിഷ്യനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. യേശു ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യൻ. മറ്റൊരു വേദഭാഗത്തിൽ ഈ ശിഷ്യനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശുവിൻ്റെ മാറോട് ചേർന്നിരുന്ന വ്യക്തിയായിരുന്നു ആര്? ഈ യോഹന്നാൻ. അതോടൊപ്പം തന്നെ മറ്റൊരു വേദഭാഗത്ത് പറഞ്ഞു ഏറ്റവും പ്രായക്കുറവുള്ള വ്യക്തിയായിരുന്നു ആര്? ഈ യോഹന്നാൻ. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറവുള്ളൊരു ശിഷ്യനായിരുന്നു ആര്? ഈ യോഹന്നാൻ. ഈ യോഹന്നാൻ്റെ ജീവിതം ഭയങ്കര അമേസിംഗ് ആയിരുന്നു. യേശുവിൻ്റെ കൂടെയുള്ള യാത്രയും യേശുവിൻ്റെ മാറോട് ചേർന്നിരിക്കുകയും യേശു മറുരൂപമലയിൽ പ്രത്യക്ഷൻ അല്ലെങ്കിൽ തൻ്റെ തേജസ്സുള്ള ശരീരമൊക്കെ അടങ്ങി പത്രോസ്, യോഹന്നാൻ, യാക്കോബ് ഈ പറയുമ്പോൾ പത്രോസിനെ മാത്രമേ ഈ സഹോദരങ്ങളുടെ കൂട്ടത്തിൽ വിളിച്ചുള്ളൂ. മറ്റേ ഈ സബദിയുടെ മക്കൾക്ക് ഭയങ്കര പ്രിവിലേജാണ് ദൈവം കൊടുത്തത്. യേശുവിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരുടെ പേര് പറയുമ്പോൾ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ അല്ലേ? അപ്പോൾ ഈ സബദിയുടെ മക്കൾക്കുള്ള ഗുണം കണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഈ പത്രോസ് കഴിഞ്ഞാൽ യാക്കോബിയോ ഒരു കുടുംബത്തിൽ നിന്ന് 2 പേരെയാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരാക്കി കർത്താവ് മാറ്റിയത്. ദൈവത്തിന് സ്തോത്രം. ഒരാമയും പറയാമോ? നിങ്ങളുടെ കുടുംബത്തിലും കർത്താവ് അങ്ങനെ ചെയ്യട്ടെ. നിങ്ങളുടെ കുടുംബത്തിലും കർത്താവ് അങ്ങനെ തന്നെ ചെയ്യട്ടെ. ഹല്ലേലൂയ. കർത്താവിന് ചേർന്ന് സ്തോത്രം ചെയ്താട്ട്.
കഴിഞ്ഞ ദിവസം ഒരു ബോസ് എന്ന് പറഞ്ഞൊരു ഹിന്ദിക്കാരൻ സഹോദരൻ്റെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി. വ്യാഴാഴ്ച ദിവസം വൈകിട്ട് അവിടെ കടന്നു നിന്നപ്പോൾ ഒരു കന്നഡ കുടുംബം കടന്നു വന്നു. ഭയങ്കര ഡേഞ്ചറസ് ഫാമിലി, ഭയങ്കര ഒരു 24 hours വഴക്കുള്ളൊരു കുടുംബം, 24 മണിക്കൂറും വഴക്കുള്ളൊരു കുടുംബം. +2 പഠിച്ച മകൻ, +2 പഠിച്ച മകൾ, 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു മകൻ, പപ്പ മദ്യപാനി, ഹാർട്ട് രോഗി, അമ്മ മാത്രം അധ്വാനിക്കുന്നു, ജോലി ചെയ്യുന്നു. ഈ വീട്ടിൽ അപ്പനും മക്കളും തമ്മിൽ എപ്പോഴും അങ്ങ് വഴക്കാം. ഭയങ്കര ചെറിയ വഴക്കൊന്നുമല്ല, ഭയങ്കര വഴക്കാം. ഞാൻ ചെല്ലുന്നതിന് തലേ രാത്രിയിൽ മൂത്ത മകൻ ഒരു മൂർച്ചയുള്ള കല്ലെടുത്ത് അപ്പൻ്റെ തലക്കിട്ട് നിലത്തിട്ട് ഇടിച്ചു. എന്നുവെച്ചാൽ ഇവിടെ നിന്ന് ബ്ലഡ് വന്ന് ആൾക്കാരൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചത്തെന്ന് വിചാരിച്ചു. അത്ര ഭയങ്കരമായ വഴക്ക്. ദൈവത്തിൻ്റെ കൃപയാൽ ആ ഭവനത്തെ ശുശ്രൂഷിപ്പാൻ അവസരമൊരുക്കി. ആ ഭവനത്തിൽ കടന്ന് ശുശ്രൂഷിപ്പാൻ അവസരം. ഇന്ന് വൈകിട്ടത്തെ ഹിന്ദി ആരാധനയ്ക്ക് അവർ 6 പേര്, കുടുംബത്തിലെ 6 പേര് ഈ ഹിന്ദി ആരാധനയ്ക്ക് കടന്നു വരിക. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം യാത്രയുടെ തുടക്കം ഒരുപക്ഷെ ചെറുതായിരിക്കാം, പക്ഷെ റിസൾട്ട് ഭയങ്കര വലുതാണ്. ഇത് ദൈവസേവ. ഒരു കുടുംബത്തിലെ 6 പേരെ ഒരുമിച്ച് കർത്താവ് സ്നേഹിക്കുക. യാക്കോബിനെയും യോഹന്നാനെയും ദൈവം ഒരുമിച്ച് സ്നേഹിച്ചു. ഒരു കുടുംബത്തിലെ 2 പേർ സുവിശേഷത്തിലേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞ തെറ്റൊന്നുമല്ല. രാമേൻ പറയാമോ? സ്തോത്രം. ഒരു കുടുംബത്തിൽ 2 പേർ കർത്താവിൻ്റെ പേരയ്ക്ക്, നമ്മൾ സാധാരണയൊക്കെ 5-6 കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ നിന്നൊക്കെ ഒരാളെ കർത്താവിനോട് കൊടുക്കാറുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് 5 കുഞ്ഞുങ്ങളുണ്ട്, 5 കുഞ്ഞുങ്ങൾ ഒരാളെ ഞാൻ കർത്താവിനോട് കൊടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് കാലം മാറി. ഇന്ന് സ്തോത്രം. ഇന്ന് മറ്റ് പലതിനു വേണ്ടിയ കാര്യങ്ങൾ ലോകം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കൊടുക്കാൻ മാതാപിതാക്കന്മാരില്ലാത്തതുകൊണ്ട് ഭയങ്കരമായ പ്രശ്നങ്ങൾ അടുത്ത തലമുറയ്ക്കുണ്ടായിട്ട് അവിടെ നിന്ന് കർത്താവ് ചൂണ്ടയിട്ട് പിടിച്ചെടുക്കുന്നത് പോലെ ഇങ്ങനെ ഓരോരുത്തരെ പൊക്കിക്കൊണ്ടുവരിക. തലമുറകൾ ഭയങ്കരമായി വേദനിച്ചാണെന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് മുമ്പേ നമ്മൾ തന്നെ പ്രാർത്ഥിച്ച്, മാതാപിതാക്കന്മാരെ നമ്മൾ തന്നെ പ്രാർത്ഥിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. ഒരു കുടുംബത്തിൽ 2 പേരാണെങ്കിലും സാരമില്ല, 3 പേരാണെങ്കിലും സാരമില്ല, 10 പേരുണ്ടോ, 10 പേരും കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹം. ഒരാമയും പറഞ്ഞ് കർത്താവിന് സ്തോത്രം ചെയ്തത്. ഹല്ലേലൂയ. അപ്പോൾ ഒരു കുടുംബത്തിൽ 2 പേരെ കർത്താവ് സ്നേഹിച്ചു, ഒരേപോലെ സ്നേഹിച്ചു. പക്ഷേ ഒരു വ്യക്തി തൻ്റെ യേശുവിൻ്റെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മളെ തനി നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വരെ പോലീസ് പിടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ജയിലിലടച്ചു കഴിഞ്ഞ ഒരു സുപ്രഭാതത്തിൽ അപ്പോസ്തലത്തിൽ 12-ാം അധ്യായത്തിൽ യോഹന്നാൻ നോക്കി നിൽക്കുക. സ്വന്തം സഹോദരൻ ഹെരോദാവിൻ്റെ കൈയുടെ ഇടയ്ക്ക് കിടന്ന് പിടയുകയാണ്. സ്വന്തം രക്തസഹോദരനാണ്, സ്വന്തം അപ്പനും അമ്മയ്ക്കും ജനിക്കപ്പെട്ട സ്വന്തം സഹോദരനാണ്. പറയുന്നത്, ഹെരോദാവ് പറയുന്നൊരു പരസ്യമുണ്ട്. എന്താ പരസ്യം? ഇനി നിങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിനെ ആരെങ്കിലും പ്രസംഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥയും ഇതുപോലെയാകും എന്ന് പരസ്യമായി ഹെരോദാവിൻ്റെ കൊലക്കളത്തിങ്കൽ പടിക്കെട്ടുകൾ ആയിരക്കണക്കിന് ജനങ്ങൾ കാണെ. അതൊരു രഹസ്യത്തിലുള്ളൊരു സാക്ഷി, ഒരു മരണമല്ലായിരുന്നു യാക്കോബിൻ്റെ മരണം. സീക്രട്ടായിട്ട് കൊല്ലുമല്ലായിരുന്നു യാക്കോബിനെ കൊണ്ടുപോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ യാക്കോബിനെ പരസ്യമായി നിർത്തുകയാണ്, പരസ്യമായി ജനത്തിന് മുമ്പാകെ നിർത്തുകയാണ്. ഹെരോദാവിന് ഒരു കാര്യം മാത്രമേ ജനത്തോട് പറയാനുള്ളൂ: നാളെ ഈ യേശുവിനെ നീ പ്രസംഗിച്ചാൽ നിൻ്റെ അവസ്ഥയും ഇത് തന്നെ ആയിരിക്കും എന്ന് ലോകത്തോട് വിളിച്ചു പറയുവാൻ രണ്ടാമത്തെ പുതിയ നിയമത്തിൻ്റെ രക്തസാക്ഷിയായി ഹെരോദാവിനെ ദൈവം മാറ്റി. യാക്കോബിനെ ദൈവം മാറ്റി. ഹെരോദാവിൻ്റെ കഴുത്തിൽ ഇനി വന്നേ, ഓടി വന്നേ, പെട്ടെന്ന് ഓടിവാ. ദൈവത്തിന് സ്തോത്രം. ഹെരോദാവാണ് ഈ കൊല ചെയ്യുന്നത്. ചരിത്രം പറയുന്നു, പടയാളികൾ കൊണ്ടല്ലേ കൊല ചെയ്യിച്ചത്. ഹെരോദാവ് തന്നെത്താനെ നേരിട്ട് ചെയ്ത ഒരു കൊലയാണ് ഈ കൊല. തന്നെ കഴുകിനെ പിടിക്കുന്നു, പടയാളികൾ പുറത്ത് കരം വെച്ച് കെട്ടിയിരിക്കുന്നു, യാക്കോബിനെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നു. സ്വന്തം രക്തസഹോദരൻ പബ്ലിക്കിനിടയിൽ ഇവനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ചിന്തിക്കണം, വലിയൊരു ഇമോഷൻസ് നിറഞ്ഞിരിക്കുന്നൊരു സമയം. ആ സമയം യാക്കോബിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കിടക്കുക. യാക്കോബ് ഹെരോദാവിൻ്റെ കയ്യിലാണ്. യാക്കോബിനെ പിടിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ മുകളിലേക്ക് നോക്കുന്നു. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ആത്മാവിൽ ഞാൻ കണ്ട ശുശ്രൂഷ. അതൊക്കെ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്വന്തം സഹോദരൻ ദൂരെ നോക്കി നിൽക്കുമ്പോൾ ഹെരോദാവിൻ്റെ കത്തി പിടിച്ചിട്ട് കഴുത്തിൽ ആണിറങ്ങുകയാണ്. കൈയെടുക്കുന്നു. ഹെരോദാവ് ആ സ്ഥലത്ത് പിടഞ്ഞ് യേശുവിൻ്റെ പുതിയ നിയമസഭയുടെ 2ാമത്തെ രക്തസാക്ഷി അവിടെ പിടഞ്ഞു വീണ് മരിക്കുന്നു. ഒരു പടയാളിയെ കൊണ്ട് യാക്കോബിനെ കൊന്നതല്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, പരസ്യമായൊരു കൊലയായിരുന്നു യാക്കോബിൻ്റെ കൊല, രഹസ്യമല്ലായിരുന്നു. യേശുവിൻ്റെ കൊലയും പരസ്യമായിരുന്നു. യേശുവിനെ കൊന്നതും പരസ്യമായിട്ടാണ് കൊന്നേ, രഹസ്യത്തിലല്ല. നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് രഹസ്യത്തിലുണ്ടാകുന്നത്, പരസ്യത്തിലാണ് ഉണ്ടാകുന്നത്. നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ആരും അത് രഹസ്യമാക്കി വയ്ക്കാൻ നോക്കരുത്, പരസ്യമാകണം. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വിനോദ് പറഞ്ഞു, വിനോദേ മോനെ, ചർച്ചിൽ ഞാൻ പൊതുവായിട്ട് പറയണം മോൻ്റെ പ്രശ്നം എന്താണെന്ന്. അച്ഛാ പറയച്ചാ, ഞാൻ തന്നെ മെസ്സേജ് ഇട്ടേക്കാന്ന് പറഞ്ഞു. വിനോദ് തന്നെ നിങ്ങളോടൊരു മെസ്സേജ് അയച്ചു. ആ രോഗത്തിൻ്റെ പേര് അദ്ദേഹം പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ആ രോഗത്തിൻ്റെ പേര് ഞാൻ ഉച്ചരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല.
ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം പ്രതികൂലം എപ്പോഴും രഹസ്യമായിരിക്കുകയല്ല, പരസ്യമല്ല, രഹസ്യമായിരിക്കുകയല്ല, അതെപ്പോഴും പരസ്യമായിരിക്കും. നമ്മുടെ പ്രശ്നം എപ്പോഴും പരസ്യമായിരിക്കും. 10 പേരറിയും നമ്മുടെ പ്രശ്നം. അത് നല്ലതിന് വേണ്ടി. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് അതിനകത്ത് എന്തോ ചെയ്യാനുള്ളത് കൊണ്ടാണ്. കർത്താവിൻ്റെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാമോ? ഇപ്പോൾ ഈ സഹോദരങ്ങൾ പരസ്പരം നോക്കുന്നു. പരസ്പരം നോക്കിക്കഴിഞ്ഞപ്പോൾ പരസ്യമായൊരു കൊല നടക്കുന്നു. യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നുവെന്ന് 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ ഒറ്റ വാക്കിനകത്ത് നമ്മൾ വെറുതെ വായിച്ചങ്ങ് വിടുക. പക്ഷേ നിങ്ങൾ അറിയണം, ഈ യാക്കോബിനെക്കുറിച്ച് ആദ്യമേ പിതാക്കന്മാർ പറഞ്ഞിരുന്നത്, ഈ യാക്കോബിൻ്റെ മുട്ട് കഴുതയുടെ മുട്ടിന് തുല്യമായിരുന്നു, ഒട്ടകത്തിൻ്റെ മുട്ടിന് തുല്യം. നിങ്ങൾ ഒട്ടകത്തിൻ്റെ മുട്ട് കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ഈ ഭാഗം മുഴുവൻ ഒട്ടകത്തിൻ്റെ കാലിന് തുല്യമായിരുന്നാണ് പറയുന്നത്. യാക്കോബ് അധികം പ്രസംഗിച്ചിട്ടില്ല, യാക്കോബ് അധികം ശുശ്രൂഷ ചെയ്തിട്ടില്ല. യാക്കോബ് പത്രോസിനെ പോലെ ശുശ്രൂഷയും ചെയ്തിട്ടില്ല. വലിയ നീണ്ട പ്രസംഗങ്ങളൊന്നും എഴുതിയിട്ടില്ല. ഒരു ലേഖനം പോലും ബൈബിളിനകത്ത് അദ്ദേഹത്തിൻ്റെ പേരിലില്ല. ഉള്ള ലേഖനം യേശുവിൻ്റെ അർദ്ധ സഹോദരനായ യാക്കോബ് എഴുതിയ ലേഖനമാണ്. യേശുവിൻ്റെ യോഹന്നാൻ്റെ സ്വന്തം സഹോദരൻ യാക്കോബ് ഒരു ലേഖനം പോലും ബൈബിളിനകത്ത് എഴുതിയിട്ടില്ല. പക്ഷേ ആദ്യ പിതാക്കന്മാർ, അല്ലെങ്കിൽ പുതിയ മേശയുടെ 1-ാം സെഞ്ചുറിയിലെ പിതാക്കന്മാർ പറഞ്ഞിരുന്നത്, ഈ യാക്കോബിൻ്റെ കാലിൻ്റെ മുട്ട് ഒട്ടകത്തിൻ്റെ മുട്ടിന് തുല്യമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. യാക്കോബായിരുന്നു പ്രാർത്ഥനക്കാരൻ, ഭയങ്കര പ്രാർത്ഥനക്കാരായിരുന്നു യാക്കോബ്. നിങ്ങൾക്കറിയില്ല, ഈ വേദഭാഗങ്ങളിൽ മുൻപോട്ട് വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നു, യാക്കോബിൻ്റെ പ്രാർത്ഥന അത്ര ഡീപ്പായിരുന്നു. സഹോദരൻ ശുശ്രൂഷയ്ക്കായി കടന്നു പോകുമ്പോൾ യേശുവിന് കൂടെ യാത്ര ചെയ്യുമ്പോൾ യേശുവിനെ പോലെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചൊരു വ്യക്തി. നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് യാക്കോബിനെ ഹെരോദാവ് കൈവച്ചെന്നറിയാമോ? സൈറ്റൻ ഓൾവേസ് വാണ്ട് ടു ഡിസ്ട്രോയ് യുവർ പ്രെയർ ലൈഫ്. പിശാചിന് വേറെ ഒന്നും നിങ്ങളുടെ ആഗ്രഹമില്ല, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ മുടക്കുക, നിങ്ങൾ ദൈവവുമായിട്ട് ബന്ധപ്പെടാതിരിക്കുക, ദൈവവുമായിട്ട് യാതൊരു ബന്ധവും നമുക്കുണ്ടാകരുത്. ഇതാണ് പിശാചിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ്. പിശാചിനറിയാം പ്രാർത്ഥനയെ തൊട്ടാൽ ബാക്കി എല്ലാത്തിനും തൊടാൻ ഈസിയാണ്. പക്ഷെ നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ നിന്നെ തൊടാൻ പിശാചിന് പറ്റില്ല. കരങ്ങളെടുത്ത് കർത്താവ് രാമയും പറഞ്ഞ്, ഈ യാക്കോബ് എന്ന് പറഞ്ഞ മനുഷ്യൻ പുതിയ നിയമസഭയുടെ അടിസ്ഥാനങ്ങളിലൊന്നായ പ്രാർത്ഥനക്കാരനായിരുന്നു, ഭയങ്കര പ്രാർത്ഥന മനുഷ്യനായിരുന്നു. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങളല്ലെങ്കിൽ യാക്കോബിനോട് നേരിട്ട് ചോദിക്കണം, യാക്കോബേ എന്തായിരുന്നു നിൻ്റെ ശുശ്രൂഷ? വെറും രക്തസാക്ഷിയായി മാറിയതായിരുന്നു നിൻ്റെ ശുശ്രൂഷ? അല്ല, യാക്കോബ് ഭയങ്കരമായ പ്രാർത്ഥനക്കാരനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പ്രാർത്ഥനക്കാരനെ നഷ്ടപ്പെട്ടു. അപ്പോസ്തലപ്രവൃത്തി പ്രാർത്ഥനക്കാരനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പത്രോസിൻ്റെ മേലെ കൈവച്ച്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പത്രോസിൻ്റെ മേലെ കൈവച്ച് കഴിഞ്ഞപ്പോൾ പത്രോസ് ആരാ? വാഗ്ദത്തമാണ്. പ്രാർത്ഥനയ്ക്കകത്ത് കൈവച്ചാൽ അടുത്തത് അവൻ കൈവയ്ക്കാൻ പോകുന്നതിൻ്റെ വാഗ്ദത്തത്തില്ല. നീ പ്രാർത്ഥന മുടക്കിയാൽ നിൻ്റെ വാഗ്ദത്തം വെരി കെയർഫുള്ളായിട്ട് നിങ്ങൾ സൂക്ഷിക്കണം. പലർക്കും വാഗ്ദത്തങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് ദൂതുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ വാഗ്ദത്തങ്ങളെ സൂക്ഷിക്കാൻ നമ്മൾ പഠിക്കണം. പ്രാർത്ഥനയിൽ നമ്മൾ സൂക്ഷിക്കണം വാഗ്ദത്തങ്ങൾ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലപ്രവൃത്തി 12 നിങ്ങൾ പഠിച്ചാൽ മതി. വാഗ്ദത്തത്തെ തൊടാൻ ആര് വന്നു? ഹെരോദാവ് വന്നു. വാഗ്ദത്തത്തിൽ തൊട്ട് കഴിഞ്ഞപ്പോൾ ദൈവം എഴുന്നേറ്റു, ദൂതനെ അയച്ചു, വിടുവിച്ചു. ഓക്കെ, നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം യോഹന്നാനാണ്. നമ്മുടെ വിഷയം യാക്കോബുമല്ല, നമ്മുടെ വിഷയം യോഹന്നാനാണ്. അപ്പോൾ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പ്രാണനായകനായ യേശുവിനെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച് യേശുവിനെ ഇതാ കാൽവറി ക്രൂശിച്ചു. അതിൻ്റെ ഓർമ്മ കണ്ണിൽ നിന്ന് മായുന്നതിന് മുമ്പ് ഇതാ സ്വന്തം സഹോദരൻ ഇതാ പിടഞ്ഞു വീണ് മരിക്കുന്നു. ചെറിയൊരു അനുഭവം ഒന്നുമില്ല തൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. പക്ഷേ താനൊരു ആത്മനിയോഗത്തോടു കൂടി പലരും യേശുവിൻ്റെ ചരിത്രം എഴുതാൻ തുനിഞ്ഞിറങ്ങിയപ്പോൾ തനിക്ക് തോന്നി, യേശുവിൻ്റെ ഹൃദയത്തോട് മാറോട് ചേർന്നിരുന്ന എനിക്കും യേശുവിനെക്കുറിച്ച് എഴുതാനുണ്ട്. ഒരാമയും പറയാമോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ യേശുവിന് വേണ്ടി ചെയ്യുന്ന പ്രത്യേകമായ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. വ്യത്യസ്തമായ ചില, എല്ലാവരും ചെയ്യുന്നതുപോലെ നമ്മൾ ചെയ്യണമെന്നില്ല, പക്ഷെ വ്യത്യസ്തമായ ചില കാര്യങ്ങൾ ചെയ്യണം. ഒരാമയും പറയാമോ?
യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഏറ്റവും അടുത്തറിയുന്ന ഹൃദയമടി പറയുന്ന യോഹന്നാൻ ചില കാര്യങ്ങൾ എഴുതി. യോഹന്നാൻ 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വാക്കൊക്കെ തൻ്റെ ഇമോഷൻ നിറഞ്ഞ വാക്കുകളിൽ ആത്മനിറവ്, മൈ ഗോഡ്, ആ വാക്കൊക്കെ കൊണ്ട് താൻ എഴുതി പുസ്തക രൂപത്തിലാകുമ്പോൾ ആ ഒറ്റ ദൂതിനകത്ത് അദ്ദേഹം 1 മാസം സന്തോഷിച്ച് കാണും. തനിക്ക് കിട്ടിയ പുതിയൊരു ദൂതാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇന്ന് നമ്മൾ വായിച്ച് സന്തോഷിക്കുന്ന ആ വാക്യം തനിക്ക് ആത്മാവിൽ ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ടപ്പോൾ തനിക്ക് താങ്ങാൻ പറ്റുന്നതിലും അധികമായിരുന്നു ആ ദൂതിൻ്റെ കാഠിന്യം. എന്നിട്ടും താൻ കൈയിൻ്റെ വേറെ മാറാതിരിക്കാൻ 2 കൈ കൊണ്ട് ചേർത്ത് വച്ച് ആ ലേഖനത്തെ അല്ലെങ്കിൽ ആ സുവിശേഷത്തെ താൻ എഴുതി പൂർത്തീകരിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 20-ാം അധ്യായം അതിന് 31-ാമത്തെ വാക്യത്തിൽ താൻ ഇപ്രകാരം എഴുതി വെച്ചു. എന്താ എഴുതി വെച്ചത്? ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 20 വേഴ്സ് 31. എന്തിനു വേണ്ടിയാ താൻ ഇത്രമാത്രം കഷ്ടപ്പെട്ട് ആ ലേഖനം എഴുതിയെന്നറിയാമോ? 20:31 പറയുന്നു, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും ദൈവപുത്രനായ യേശു, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ കഠിനമേറിയ സമയങ്ങൾ കഴിഞ്ഞുപോയി. ഭാരമേറിയ ദൂതുകൾ, മറ്റാർക്കും ലഭിക്കാത്തതായ ദൂതുകൾ. താൻ ആദ്യം എഴുതിയ സുവിശേഷം ഏതാണ് ചിൽഡ്രൻസ്? ആദ്യം എഴുതിയ സുവിശേഷം. Which gospel is written first? Sorry, Matthew അല്ല. Which Bible school students please avoid. Which gospel is written first? John. Sorry, John അല്ല. ഇനി ഒന്നുകൂടെ പറയാനുള്ളൂ. മാത്യു അല്ല, ജോണും അല്ല, ലൂക്കും അല്ല. അപ്പോൾ ഏതായാലും ഒന്നുകൂടെ മാർക്ക്. മർക്കോസ് 16 അധ്യായത്തിൽ അവസാനിച്ചപ്പോൾ യോഹന്നാൻ 21 അധ്യായം എഴുതി. താൻ പറയുകയാണ്, മർക്കോസിനേക്കാൾ കൂടുതൽ എനിക്ക് യേശുവിനെ അല്പം കൂടെ അടുത്തറിയാം. എന്തിനാ എഴുതിയെന്നറിയാമോ? ദൈവപുത്രനായ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനാണ് ഈ സുവിശേഷം എഴുതിയത്. നിങ്ങൾക്ക് എന്തുണ്ടാകേണ്ടതിനാണ് സുവിശേഷം എഴുതിയേ? ജീവൻ ഉണ്ടാകേണ്ടതിനാണ് സുവിശേഷം എഴുതിയത്. ഒരാമയും പറഞ്ഞാട്ട്. അപ്പോൾ ഈ യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ യോഹന്നാൻ ഇങ്ങനെ പിടിച്ച് സുവിശേഷം എഴുതുമ്പോൾ തൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് എൻ്റെ മുൻ തലമുറ അറിയുകയും അത് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് ജീവൻ ഉണ്ടാകുന്നു. ആമേൻ. ഒരാമയും പറയാമോ? അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. യോഹന്നാൻ ഈ കാര്യമെല്ലാം എഴുതുമ്പോൾ ഒരു കാര്യം ലോകത്തോട് വിളിച്ചു പറയുന്നു. എന്താ? യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിപ്പീൻ. എന്താണ് വിശ്വസിക്കേണ്ടത്? യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കണം. യോഹന്നാന്റെ സുവിശേഷം അത് ഫോക്കസ് ഒരുപാട് തവണ യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. വിശ്വസിപ്പീൻ. നിങ്ങൾ വിശ്വസിക്കണം. എന്താ? ആരെയാ വിശ്വസിക്കണ്ടേ? യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കണം. അതിനുവേണ്ടിയാ ഞാൻ ഈ ലേഖനം എഴുതുന്നേ. അതാ എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഒരാമയം പറയാമോ? സേ പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശ്വസിച്ചാൽ പരിപാടി കഴിഞ്ഞോ? ഓക്കെ. സുവിശേഷങ്ങൾ മൊത്തവും വായിച്ചു. യേശു ദൈവപുത്രനായ ക്രിസ്തു. നിങ്ങൾ സുവിശേഷം മുഴുവൻ വായിക്കണം കേട്ടോ. യോഹന്നാന്റെ സുവിശേഷം പ്രത്യേകം വായിക്കണം. ആദ്യമായി ഒരു വ്യക്തി ക്രിസ്തുവിൽ കടന്നു വരുമ്പോൾ വെറുതെ ഒരു ബൈബിളൊക്കെ കൊടുക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിക്കുകയായിരുന്നു സുവിശേഷ വിലയെക്കുറിച്ച്. നമുക്കെല്ലാവർക്കും, ഞാൻ വീണ്ടും പറയാം, നമുക്കെല്ലാവർക്കും യു ആർ എ പാർട്ട് ഓഫ് മിനിസ്ട്രി. നിങ്ങൾക്കെല്ലാവർക്കും സുവിശേഷ വില ചെയ്യാൻ പറ്റും. നിങ്ങളെ കാണുന്നവർക്കൊരു ട്രാക്റ്റ് കൊടുക്കുകയോ, ഒരു ബൈബിൾ കൊടുക്കുകയോ, ഒരു ന്യൂ ടെസ്റ്റ്മെൻറ്റ് കൊടുക്കുകയോ, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ട്രാക്റ്റ് കൊടുക്കുകയോ, ലോട്ട് ഓഫ് വേയ്സ് ദാറ്റ് യു ക്യാൻ ഡു ദ മിനിസ്ട്രി. ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ,
ഒരു നേരത്തെ ആഹാരം കൊടുക്കുകയോ, വഴി കിടക്കുന്നവനെയൊക്കെ ഒരു നേരത്തെ ആഹാരം പൊതിക്കൊണ്ട് കൊടുക്കേണ്ടി പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ റോഡിലൊരു സഹോദരി നിൽക്കുക, റോഡിലൊരു സഹോദരി മുടിയൊക്കെ മറച്ച്. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന ആ ഗസ്റ്റ് സഹോദരിക്ക് ആ സഹോദരിക്ക് എന്തെങ്കിലും കൊടുക്കണം. ഞാൻ പറഞ്ഞു, ഇവിടെ അങ്ങനെ സാധാരണ അങ്ങനെ കൊടുക്കാറില്ല. എങ്കിലും ഗ്ലാസ് തുറന്ന് ഒരു 100 റുപ്പീസ് അവരെടുത്തിട്ട് ഭിക്ഷക്കാരിക്ക് കൊടുത്തു. എന്നിട്ട് ആ പുള്ളിക്കാരി പറയുക, ട്രാഫിക്കിൽ 2 മിനിറ്റ് സമയം ഉണ്ടായിരുന്നു, ക്യാൻ യു ലിസൺ മീ? എന്നിട്ട് പറയുക, തമിഴ്, പുള്ളിക്കാരിക്ക് തമിഴ് അറിയാം. ആ തമിഴിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഇത് ഞാൻ കൊടുക്കുന്നത് മാതിരിയില്ല, നീ കണക്കാക്കാതെ, ഞാൻ കൊടുക്കുകയല്ല, ഇത് യേശു നിനക്ക് തരുന്ന പണമാണ്, ഇത് യേശു നിനക്ക് തരികയാണ്. നോക്കിക്കേ, ആ ഒരു 2 സെക്കൻഡിനുള്ളിൽ 3 സെക്കൻഡിനുള്ളിൽ ആ പുള്ളിക്കാരുടെ ഉള്ളിൽ കിടന്ന സത്യം യേശു ആരാണെന്ന് ഒരിക്കൽ കൂടി ആ സഹോദരി കേട്ടു. അത്രയെങ്കിലും ചെയ്യാനുള്ള സന്മനസ് നമുക്കുണ്ടോ? നമ്മൾ സുവിശേഷത്തിൻ്റെ ഭാഗമാകണം. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ടോട്ടലി എന്താ പറയുന്നത്, അതൊക്കെ മൂവ് ഔട്ട് ആകും. സുവിശേഷത്തിൻ്റെ ഭാഗവാക്കാക്കണം. ഇവിടെ യോഹന്നാൻ പറയുന്നു, നിങ്ങൾ വിശ്വസിച്ചിട്ട് ജീവൻ ഉണ്ടാകേണ്ട ഞാൻ എഴുതിയിരിക്കുന്നു. ഒരാമയും പറയാമോ? സേ പ്രൈസ് ദി ലോർഡ്. യോഹന്നാനെ അത്രയും കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞ് ശുശ്രൂഷ അവസാനിച്ചെന്ന് എല്ലാവരും യോഹന്നാൻ കരുതിയത്. യോഹന്നാൻ കരുതി ശുശ്രൂഷയൊക്കെ അവസാനിച്ചു, ഇനി സ്വസ്ഥമായിട്ടിരിക്കാം. അങ്ങനെ ഇരിക്കുമ്പോഴുണ്ടോ ദൈവസഭയ്ക്കകത്ത് ചില പ്രശ്നങ്ങൾ. ദൈവസഭയ്ക്കുള്ള പ്രശ്നങ്ങൾ എന്താണെന്നറിയാമോ? എതിർ ക്രിസ്തു കടന്നു വന്നിരിക്കുന്നു ദൈവസഭയ്ക്കകത്ത്. എതിർ ക്രിസ്തു മാത്രമല്ല, കള്ളപ്രവാചകന്മാർ നുഴഞ്ഞു കയറിയിരിക്കുന്നു ദൈവസഭയ്ക്കകത്ത്. പെട്ടെന്ന് തനിക്ക് ആത്മാവിൽ ചൂട് പിടിക്കുകയാണ്. കണ്ടോ, ദൈവസഭയ്ക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അഭിഷിക്തന്മാർക്ക് ചൂട് പിടിക്കും. അവർ വെറുതെ ഇരിക്കുകയല്ല, അവർ അവോയ്ഡ് ചെയ്ത് കളയത്തില്ല. ഉടനെ താൻ എഴുതിയ താൻ എത്രയോ യേശുവിൻ്റെ സ്റ്റോറി ഞാൻ എഴുതി തികച്ച് ആമേൻ പറഞ്ഞ് അവസാനിപ്പിച്ചതാ. ഇപ്പോൾ സഭയ്ക്കൊരു പ്രശ്നം വന്നപ്പോൾ ഞാൻ വെറുതെ ഇരിക്കാനോ ഇല്ല, എഴുതുകയാ. എന്താ മക്കളെ എഴുതുന്നേ? ഒന്നാമത്തെ ലേഖനം, യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം. നമ്മൾ വളരെ സന്തോഷത്തോടെ വായിക്കാനുള്ള ഒന്നാമത്തെ ലേഖനം എഴുതി ദൈവസഭയ്ക്ക് എഴുതി. ആമേൻ പറയാമോ? പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ലേഖനം കുറച്ച് കഴിഞ്ഞപ്പോൾ തനിക്ക് തോന്നി, ഈ ലേഖനം മാത്രം എഴുതിയാൽ പോരാ, രണ്ടാമത്തെ ഇനിയൊരു ലേഖനം കൂടെ എഴുതണം. അത് ആർക്കെഴുതണം? മാന്യ നായികമാർക്കെഴുതി, നായകയ്ക്ക് എഴുതി. ഒരു സഹോദരിക്ക് യോഹന്നാൻ ഒരു ലെറ്റർ എഴുതുകയാണ്. സഹോദരിയെ, കള്ള സഹോദരന്മാർ കടന്നു വന്നിരിക്കുന്നു ദൈവസഭയ്ക്കകത്ത്. ആമേൻ, നുഴഞ്ഞുകയറ്റക്കാർ കടന്നു വന്നിരിക്കുന്നു. ഞങ്ങൾ വേദഭാഗം വായിക്കുമ്പോൾ ഒന്ന് യോഹന്നാന്റെ ലേഖനം, അത് നമ്മൾ വളരെ പെട്ടെന്ന് ആഴമായി പഠിക്കേണ്ട ഒരു വിഷയമായുണ്ട്. ഒന്ന് വേഗത്തിലേക്ക് ഭാഗത്തേക്ക് കടന്നു പോകാം. എവിടെ നിന്നാണ് അവർ കടന്നു വന്നത്? എവിടെ നിന്നാണ് കടന്നു വന്നത്? രണ്ടാമത്തെ 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു, എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുകൾ എഴുന്നേറ്റിരിക്കുന്നു. കണ്ടോ, ദൈവസഭയോട് പറയുകയാണ്, ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുകൾ എഴുന്നേറ്റിരിക്കുകയാൽ അന്ത്യനാഴികയാകും നമുക്കറിയാം. അടുത്ത വാക്യം, അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു. ഈ എതിർ ക്രിസ്തുകൾ പുറപ്പെട്ടത് പുറത്തുനിന്ന് വന്നവരല്ല, ഇത് നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേറ്റവരാണ്. അപ്പോൾ ആരായിരുന്നു? ഇവരുടെ കൂടെ നേരത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവർ, ഇവരുടെ കൂടെ വിശ്വസിച്ചുകൊണ്ടിരുന്നവർ. പലരും എഴുന്നേറ്റ് എതിർ ക്രിസ്തുക്കളായി മാറിയിരിക്കുന്നു. മുൻപോട്ട് വായിക്കുമ്പോൾ അവരുടെ പ്രസംഗം എന്താണെന്നറിയാമോ? അവരുടെ പ്രസംഗം ഇതാണ്. അടുത്ത വാക്യം, പ്രിയമുള്ളവരെ, അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടുവെങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല. കണ്ടോ, ഇത് ശ്രദ്ധിക്കണം. എല്ലാവരും നമുക്കുള്ളവരല്ല. ഒരാമയം പറയാമോ? എല്ലാവരും. ഞാൻ കഴിഞ്ഞ ദിവസം ഈശോങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് കടന്നു നിന്നപ്പോൾ അവിടെ പറയാനിടയായിരുന്നു, ആമേൻ, നമ്മൾ ഹൃദയം തുറന്ന് എല്ലാവരെയും അങ്ങ് സ്നേഹിക്കും. യേശു കാനാവിലെ കല്യാണത്തിന് ആ വീട്ടിലുണ്ടായിരുന്ന വെള്ളമൊക്കെ തീർന്നുപോയി, വീഞ്ഞൊക്കെ തീർന്നുപോയി. അപ്പോൾ യേശുവിനോട് മാതാവെന്ന് പറയുക, അല്ലെങ്കിൽ അവിടുത്തെ എന്ന് പറയുക, യേശുവെ വീഞ്ഞ് തീർന്നുപോയി, എന്തെങ്കിലും ഇത് ചെയ്യണേ, യു ഹാവ് ടു ഡു സംതിങ്. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ അമ്മ യേശുവിനോട് പറഞ്ഞു. പക്ഷേ യേശുവിൻ്റെ അമ്മയോട് ആരും പറഞ്ഞില്ല. കത്തോലിക്കക്കാരെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? യേശുവിൻ്റെ അമ്മയോട് പോയി ആ വീട്ടുകാർ പറഞ്ഞു, യേശുവിൻ്റെ അമ്മ പോയി യേശു എഴുതി ചേർത്തിരുന്നെങ്കിൽ എന്താ, അവർ വീട്ടുകാർ
എഴുതിയിട്ടുണ്ട്, യേശുവിൻ്റെ അമ്മയോട് പോയി ആരും പറഞ്ഞില്ല. യേശുവിൻ്റെ അമ്മ അവിടെ നിന്ന് മനസ്സിലാക്കിയ വിഷയം, തന്നെത്താൻ മനസ്സിലാക്കിയ വിഷയം യേശുവിനോട് പറയാം, യേശുവേ മോനെ ഇവിടെ വീഞ്ഞു തീർന്നു പോയിട്ടുണ്ട്. സഹോദരിമാർക്ക് അറിയാം. യേശുവിന്റെ അമ്മ അവനോട് യേശുവിന്റെ അമ്മയോട് ആരെങ്കിലും പോയി പറഞ്ഞോ? ഇല്ല. യേശുവിന്റെ അമ്മയോട് പോയി ആരും പറഞ്ഞില്ല. അങ്ങനെ ഓക്കെ. അപ്പോൾ ഒരു വീട്ടിലെ സഹോദരിമാർക്ക് അറിയാം അവരുടെ കുറവുകൾ എന്താണെന്നറിയാം. നമ്മുടെ വീട്ടിലെ ദൈവത്തിൻ്റെ സ്തോത്രം, സഹോദരിമാർക്ക് അറിയാം നിങ്ങളുടെ വീട്ടിൽ എന്താ ഇല്ലാത്തത്. അപ്പം നിങ്ങൾ പോയി പറയും, ബ്രദറെ വരുമ്പം ഒരു മെസ്സേജ്, ഒരു മെസ്സേജ്, 5 കിലോ റൈസ്, വെണ്ടയ്ക്കായ, കോവയ്ക്ക എല്ലാം മേടിച്ചുകൊണ്ട് പറഞ്ഞു, മെസ്സേജിനകത്ത് വന്നിരിക്കുന്നു. അപ്പം നിങ്ങൾ ആ വീട്ടിലെ കുറവുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ ദാറ്റ്സ് ഓൾ ഹാപ്പൻ ദെയർ. അതാണ് സംഭവിച്ചത്. ഒരു വീട്ടിലെ ഭാരമേറിട്ട്, പക്ഷേ യേശുവിനോട് യേശുവിനോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞെങ്കിലേ കൈവയ്ക്കാവൂ. നിങ്ങളോട് ആരെങ്കിലും ഒരു വിഷയം ഒന്ന് അവതരിപ്പിക്കുമ്പോൾ ആ വിഷയം ഭാരത്തിലുണ്ട്. ഇന്ന് രാവിലെ ഒരു കന്നഡ സഹോദരി വന്നു, വേറെ എവിടെയോ ഉള്ളൊരു ഫാമിലിയുടെ വിഷയം എടുത്തുകൊണ്ട് വരികയാണ്. ഞാൻ പറഞ്ഞു, സഹോദരി ആ വീട്ടുകാരൻ നിന്നോട് പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചിട്ടുണ്ടോ? ഉണ്ട്. ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചു. നിനക്കൊരു ഓപ്പൺ ഡോറാണ്. ഒരാമയം പറയാമോ? കർത്താവിന് ചേർന്ന് സ്തോത്രം ചെയ്യാമോ? ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. വേഗത്തിൽ കടന്നു പോകട്ടെ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. ഈ യേശുവിനെ വിശ്വസിക്കുക എന്ന യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു വലിയ യോഹന്നാൻ ഘോരം പ്രസംഗിച്ചു. പക്ഷേ എതിർ ക്രിസ്തുവും കള്ളപ്രവാചകന്മാരും വന്നപ്പോൾ ഈ വിശ്വാസം മാത്രം പോരെ എന്ന് യോഹന്നാന് മനസ്സിലായി. നിങ്ങൾക്കറിയാമോ? ശ്രദ്ധിക്കണം, ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. 1 യോഹന്നാൻ്റെ ലേഖനത്തിൽ 30 പ്രാവശ്യം വീണ്ടും യോഹന്നാൻ എഴുതി, നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്താൽ പോരാ, നിങ്ങൾ യേശുവിനെ അറിയുകയും വേണം. 30 times. 5 അധ്യായങ്ങളുള്ള പുസ്തകത്തിനകത്ത് 30 പ്രാവശ്യം താൻ വീണ്ടും എഴുതി, നിങ്ങൾ യേശുവിനെ അറിയണം. യോഹന്നാൻ നീ ലേഖനങ്ങളിൽ പറഞ്ഞത്, സുവിശേഷത്തിൽ പറഞ്ഞത് വിശ്വസിച്ചാൽ മാത്രം മതി എന്നല്ലേ? നോ. അടുത്ത ഡിഗ്രിയിലേക്ക് നിങ്ങൾ കയറണം, അടുത്ത ലെവലിലേക്ക് നിങ്ങൾ കയറണം. നിങ്ങൾ എടുത്തു നോക്കിക്കേ, 1-ാമത്തെ അധ്യായം മുതൽ താഴോട്ട് വായിച്ചു നോക്കിക്കേ. ഞാൻ അറിയണം. നിങ്ങൾ അറിയണം. ഇന്ന് പോയി നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കിക്കോ, 30 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ അറിയണം. Say praise the Lord. Hallelujah. ആരെ അറിയേണ്ടത്? യേശുവിനെ അറിയണം. ഇതെന്താ യോഹന്നാൻ വീണ്ടും നീ എഴുതാനുള്ള കാരണം പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? 1, നിത്യജീവൻ നിങ്ങൾക്കുണ്ടാകേണ്ടതിന് ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. പഴയ നിയമത്തിൽ പറഞ്ഞത്, സുവിശേഷത്തിൽ പറഞ്ഞത് ജീവൻ ഉണ്ടാകേണ്ടതിന് എഴുതിയിരിക്കുന്നു. ഹലോ, രാമേൻ പറയാമോ? ജീവൻ ഉണ്ടാകേണ്ടതിന് സുവിശേഷം എഴുതി. ലേഖനം എഴുതിയത് നിത്യജീവൻ നിങ്ങൾക്ക് ഉണ്ടെന്നറിയാൻ എഴുതിയിരിക്കുന്നു. ഇറ്റ്സ് ഡിഫറെന്റ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായ ഒരാമേൻ പറഞ്ഞേ. സുവിശേഷം എഴുതിയപ്പോൾ യേശു പറയുന്നു, യോഹന്നാൻ പറയുന്നു, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് ഇതെഴുതിയിരിക്കുന്നു. ലേഖനത്തിൽ വന്നപ്പോൾ യോഹന്നാൻ പറയുന്നു, ജീവൻ ഉണ്ടാകേണ്ടതിനല്ല, നിത്യജീവൻ നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ അറിയാൻ ഞാനിത് എഴുതിയിരിക്കുന്നു. അപ്പോൾ യോഹന്നാൻ്റെ ഉദ്ദേശം അത് മാത്രമായിരുന്നു? അല്ല. എന്തിനാ എഴുതിയേ? 1-ാം അധ്യായം 4-ാമത്തെ വാക്യം, 1 യോഹന്നാൻ 1:4 വായിച്ച്. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ, നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാനാണ് ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നത്. ഹല്ലേലൂയ. അപ്പോൾ യോഹന്നാൻ ഈ ലേഖനം എഴുതുന്ന ഒരുപാട് റീസൺ ഉണ്ട്. 10-15 റീസൺ തന്നെ അതിനകത്തുണ്ട്. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം വായിച്ച്, 2:12. കണ്ടോ? യോഹന്നാൻ ഓരോ കാര്യം എഴുതുന്നതിന് ഓരോ റീസൺ ഉണ്ട്. നിങ്ങളുടെ പാപം മോചിച്ചിരിക്കിയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. കർത്താവിന് ചേർന്ന് സ്തോത്രം ചെയ്യാം. 2:1 വായിച്ചേ. 1 യോഹന്നാൻ 2:1. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ, മൈ ഗോഡ്, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. Say praise the Lord. ഹല്ലേലൂയ. 2:21 വായിച്ച്. 2:21. കണ്ടോ?
ഇതെല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം യോഹന്നാൻ പറയാം, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നതിൻ്റെ വെറുതെ എഴുതിയതല്ല, വീണ്ടും വീണ്ടും താൻ റിപ്പീറ്റഡായി പറയുക, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നതിൻ്റെ റീസൺ, ഒന്ന്, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്നറിയാൻ ഞാൻ എഴുതിയിരിക്കുന്നു. രണ്ട്, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. യേശുവിൻ്റെ നാമനിമിത്തം പാപം മോചിച്ചിരിക്കുന്നതോട് നിങ്ങൾക്ക് ഞാൻ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ഫോഷ്കൊന്നും സത്യത്തിൽ നിന്ന് വരത്തില്ല എന്ന് അറിയേണ്ടത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ഇതെല്ലാം താൻ എങ്ങനെ എഴുതുകയാ? എന്താ എഴുതുന്നേ? നിങ്ങൾ അറിയണം. എന്താ? ഇതൊന്നും വ്യർത്ഥമല്ല, ഇതൊന്നും വ്യർത്ഥമല്ല. യേശുവിൻ്റെ ശുശ്രൂഷ ജീവിതകാലത്ത് കൂടെ നടന്ന് ഒരുപാട് കാര്യങ്ങൾ കണ്ടറിഞ്ഞ് പഠിച്ച്, പക്ഷേ ആമേൻ, എതിർ ക്രിസ്തുകൾ കടന്നു വന്ന ദൈവസഭയുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാം. വേദഭാഗങ്ങളൊക്കെ താഴോട്ട് മുമ്പോട്ട് 1 യോഹന്നാൻ ലേഖനമൊക്കെ വീട്ടിൽ പോയി വായിക്കണം കേട്ടോ. 1 യോഹന്നാനും 2 യോഹന്നാനും 3 യോഹന്നാനും ഒരുമിച്ച് ഒറ്റയിരിപ്പി വായിക്കണം. അപ്പോൾ ഭയങ്കര സന്തോഷം. 3-ാം ലേഖനം എഴുതിയത് ഗായോസിനാണ് എഴുതിയ ഗായോസ്. 3-ാമത്തെ ലേഖനം യോഹന്നാൻ്റെ ലേഖനം. അതിനകത്ത് കിടക്കുന്ന വാക്കുകൾ മർമ്മങ്ങളപ്പോൾ എന്തോ മർമ്മം അതിനകത്ത് കിടക്കുന്നേ, എന്തോ മർമ്മമാ. മൂന്നാമത്തെ ലേഖനം യോഹന്നാൻ്റെ 3-ാം ലേഖനം ഒരു സാധാരണ മനുഷ്യൻ എഴുതി വെച്ചതാ. എന്തുവാ? മീൻ പിടിച്ചുകൊണ്ടിരുന്ന മനുഷ്യനെ നോക്കിക്കേ, വല നന്നാക്കിക്കൊണ്ടിരുന്ന മനുഷ്യനെ എഴുതി വെച്ചതാ. ഒന്ന് വായിച്ചേ. മൂപ്പനായ ഞാൻ സത്യത്തെ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന് എഴുതുന്നത്. 8-ാമത്തെ വാക്യം വായിക്കൂ. ആകയാൽ നാം സത്യത്തിന് കൂട്ടുവേലക്കാർ ആകേണ്ടതിന് ഇങ്ങനെയുള്ളവരെ സൽക്കരിക്കേണ്ടതാകുന്നു. ആമേൻ. 9-ാമത്തെ വാക്യം, സഭയ്ക്ക് ഞാൻ ഒന്ന് എഴുതിയിരിക്കുന്നു, എങ്കിലും അവരിൽ പ്രധാനിയാകുവാൻ. 2-ാമത്തെ വാക്യം 1:2, പ്രിയനേ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ സകലത്തിലും ശുഭമായി സുഖമായി ഇരിക്കണം എന്ന് ആഗ്രഹിക്കുക. കണ്ടോ, തന്റെ ജേർണി കണ്ടോ? 1-ാം ലേഖനം കഴിഞ്ഞു, 2-ാം ലേഖനം കഴിഞ്ഞു, 3-ാം ലേഖനത്തിൽ കടന്നു വന്നപ്പോൾ ആ ഭക്തന്റെ ആഗ്രഹം, നീ സകലത്തിലും ശുഭമായും സുഖമായിരിക്കണം എന്നാണ്. ഓ ദൈവമക്കളെ, നമ്മൾക്ക് നമ്മുടെ മുൻ തലമുറകൾ ശുഭമായും സുഖമായിരിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? Say praise the Lord. Hallelujah. Listen. നീ സകലത്തിലും ശുഭമായും സുഖമായും. അതിന് യേശുവിനെ അറിയണം. To know Jesus. വിശ്വസിച്ചാൽ മാത്രം പോരാ, ദിനംപ്രതി അവനെ അറിഞ്ഞുകൊണ്ടിരിക്കണം. Every day I should know him more and more. എങ്ങനെയാ കർത്താവ് ഞാൻ യേശുവിനെ അറിയുന്നേ? ഇന്ന് രാവിലെ ഇംഗ്ലീഷ് സർവീസിൽ പറയാനിടയാത്ത ഇംഗ്ലീഷ് തന്നെയാണ് പറഞ്ഞത്. അനേകർ അറിയാത്തതിനെ ആരാധിക്കുന്നു അല്ലേ? എവിടെ? ഏത് ഭാഗമാണ് അത്? എവിടെയാ? അവരറിയാത്തതിനെ ആരാധിക്കുക. വേദഭാഗം എവിടെയാ? പീപ്പിൾ ആർ വർഷിപ്പിംഗ് അൺനോൺ ഗോഡ്. 17-ാം അധ്യായം 23-ാം വാക്യം വായിച്ചേ. 17. ഞാൻ ചുറ്റി നടന്ന നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവൻ എന്ന് എഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. എന്നാൽ നിങ്ങൾ അറിയാത്തതിനെ പൂജിക്കുന്നത്. ലോകത്തിലെ ജനങ്ങൾ മുഴുവൻ നമ്മുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മുടെ ആരാധനയുടെ പ്രത്യേകത, നമ്മൾക്ക് പലപ്പോഴും മിസ്റ്റേക്ക് പറ്റാറുണ്ട്. നമ്മൾ ആരെ ആരാധിക്കും നമുക്ക് അറിയത്തില്ല. വി ഡോണ്ട് നോ. എന്താ കാര്യം? എങ്ങനെയാണ് ദൈവത്തെ അറിയാൻ പറ്റുന്നത്? ഈ അന്തരീക്ഷത്തിൽ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ദൈവത്തെ അറിയാൻ പറ്റുമോ? ഇല്ല. പിന്നെ ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ഓക്കെ, ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. എന്തായാലും ദൈവത്തെ അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റത്തില്ല. പിന്നെ ദൈവത്തെ എങ്ങനെ അറിയാൻ പറ്റും? അതിന് യോഹന്നാൻ എഴുതി വെച്ചു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. നിങ്ങൾക്ക് ദൈവത്തെ അറിയണമെങ്കിൽ ഈ പുസ്തകത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മതി. സിമ്പിൾ. വേറെ എങ്ങും പോകണ്ട, വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ദൈവത്തെ അറിയാൻ ആഗ്രഹമുണ്ടോ? എത്ര പേർക്ക് ദൈവത്തെ അറിയാൻ ആഗ്രഹമുണ്ട്? ഹൗ മെനി ഓഫ് യു റിയലി വാണ്ട്സ് ടു നോ ഗോഡ്? നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. ഈ പുസ്തകത്തിലേക്ക് മനസ്സ് തുറന്നൊന്ന് തിരിച്ചാൽ മതി. പ്ലീസ് ഗോ ടു ദിസ് വേർഡ്. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ശരിയാവും, എല്ലാം ശരിയാവും, എല്ലാം റെഡിയാവും. എല്ലാം ഒന്നും പെൻഡിങ് വയ്ക്കത്തില്ല കർത്താവ്. നമുക്കെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള സമയമില്ല നമ്മൾ പറയുന്നേ. ബാക്കി എല്ലാത്തിനും നമുക്ക് സമയമുണ്ട്. പക്ഷേ ദൈവത്തെ അറിയാൻ ദിസ് വെരി സിമ്പിൾ. വലിയ എന്തോ പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കണ്ട. ക്രിസ്തീയ ജീവിതം വളരെ ഈസിയാ. വെൻ യു ഹാവ്
അമേൻ, സ്തോത്രം. രാമേൻ പറഞ്ഞ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഓ താങ്ക് യു ജീസസ്. താൻ വലിയ ആഗ്രഹത്തോടൊക്കെ എഴുതി, എനിക്ക് യേശുവിനെ ഒന്ന് അറിയണം. കുഞ്ഞുങ്ങളെ നിങ്ങൾ അറിയണം, മക്കളെ നിങ്ങൾ അറിയണം. ഒന്ന് യോഹന്നാൻ്റെ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം, പിതാക്കന്മാരെ ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കുകയാൽ നിങ്ങൾക്ക് എഴുതുന്നു. ബാല്യക്കാരെ നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കിയാൽ നിങ്ങൾക്ക് എഴുതുന്നു. കുഞ്ഞുങ്ങളെ നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കിയാൽ ഞാനിത് എഴുതിയിരിക്കുന്നു. അടുത്തത് 14-ാമത്തെ വാക്യം, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാത്ത ഭക്തനായ മനുഷ്യൻ, പിതാക്കന്മാരെ ആദ്യമുള്ളവരെ നിങ്ങൾ അറിഞ്ഞിരിക്കിയാൽ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകിയാലും ദൈവജനം നിങ്ങൾ വസിക്കിയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കിയാലും ഞാൻ എത്ര പ്രാവശ്യമാണ് ഞാനിത് എഴുതിയിരിക്കുന്നു, ഞാനിത് എഴുതിയിരിക്കുന്നു, ഞാനിത് എഴുതിയിരിക്കുന്നു. എന്തിനാ എഴുതിയിരിക്കുന്നേ? ടു നോ ഹിം മോർ. കർത്താവിനെ അധികമായി അറിയാൻ. കർത്താവിന് ചേർന്ന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഭക്തനായ മനുഷ്യന് ഒരു ആശ്വാസ വാക്ക് ദൈവസഭയ്ക്ക് കൊടുത്തു കേട്ടോ. എന്തോ ദൈവസഭയ്ക്ക് കൊടുത്ത ആശ്വാസ വാക്കെന്ന് അറിയാമോ? 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല, പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. യോഹന്നാനെ ഒരു മിനിറ്റ് നിൽക്കുക, എനിക്ക് ചോദ്യമുണ്ട്. എന്തോ യോഹന്നാനെ എനിക്ക് ചോദിക്കാനുള്ളത്? നീ എന്തോ പറഞ്ഞേ ഇപ്പോ? ഇതുവരെയും അവൻ പ്രത്യക്ഷനായിട്ടില്ല. ഓക്കെ, ഇതുവരെയും പ്രത്യക്ഷനായില്ല. അപ്പോൾ നിന്റെ ഉള്ളിലെ ആഗ്രഹം എന്താ? ഒരു ദിവസം അവൻ എനിക്ക് പ്രത്യക്ഷനാകും. പക്ഷെ ഇന്ന് വരെ, ഈ നിമിഷം വരെ പ്രത്യക്ഷനായിട്ടില്ല. ഓക്കെ, പ്രത്യക്ഷനായില്ലേ? ഇല്ല. ആഹാ, അങ്ങനെയാണെങ്കിൽ ഡൊമീഷ്യൻ ചക്രവർത്തി വരുന്നുണ്ട് കേട്ടോ നിന്നെ പിടിക്കാൻ. ഡൊമീഷ്യൻ ചക്രവർത്തി കടന്നു വന്നിട്ട് നിന്നെ പിടിക്കും, നിന്നെ തുറുങ്കിലടച്ചിട്ട് നിന്നെ തിളച്ച എണ്ണയ്ക്കകത്ത് നിന്നെ അങ്ങോട്ട് എടുത്തിടും. തിളച്ച എണ്ണയ്ക്കകത്ത് എടുത്തിടുമോ? ബോയിൽ ഓയിൽ. ഈ യോഹന്നാനെ പിടിച്ച് കയ്യും കാലും ഒക്കെ കെട്ടി തന്നെ കൊല്ലാൻ എന്ന് വെച്ചാൽ ഈ യോഹന്നാൻ അത്ര അപകടകാരിയായി മാറി. ആ സമയത്തേക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഈ അപകടകാരി പൈശാചിക മണ്ഡലങ്ങൾക്ക്, ഇരുട്ടിൻ്റെ അധികാരങ്ങൾക്ക് നമ്മൾ അപകടകാരികളായി മാറണം. പിശാച് പറയണം, പൗലോസിനെ പരിചയമുണ്ട് എന്ന് പറയുന്നത് പോലെ എന്നെയും നിങ്ങളെ നോക്കിക്കൊണ്ട് പിശാച് പറയണം, യെസ് ഐ നോ ദിസ് പേഴ്സൺ. ഇവനോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം, ഇവനോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം, ഇവനെതിരെ ട്രാപ്പ് പണിയുമ്പോൾ സൂക്ഷിച്ചു വേണമെന്ന് പൈശാചിക മണ്ഡലങ്ങൾ നമ്മളെ പേടിക്കണം. പൗലോസ് അപ്പോസ്തലനെ പൈശാചിക മണ്ഡലങ്ങൾ പേടിച്ചു. ഞങ്ങൾക്ക് യേശുവിനെ അറിയാം, പൗലോസിനെ പരിചയമുണ്ട്. കണ്ടോ, 1-2 പ്രാവശ്യമല്ല പൗലോസുമായി പരിചയപ്പെട്ടേക്കുന്നത്. അനേക നാളുകൾ പ്രാർത്ഥനാ മുറിക്കകത്ത് അവൻ രാത്രിയിലും പകലും പൈശാചിക മണ്ഡലങ്ങളെ തച്ചുടച്ചു വാർത്ത ഒരഭിഷേകം പൗലോസിൻ്റെ ഉൾത്തടങ്ങളിലുണ്ട്. പൈശാചിക മണ്ഡലങ്ങൾ പറയുകയാണ്, വി നോ അപ്പോസ്റ്റൽ പോൾ. ഡൊമീഷ്യൻ ചക്രവർത്തി പറയുക, ഇനി യോഹന്നാനെ ജീവനോടെ വെച്ചുകൊണ്ടിരുന്നാൽ അവൻ അപകടകാരിയ. അവൻ ഒരുപാട് പേരെ മനസ്സ് മാറ്റി, മതം മാറ്റി, ക്രിസ്ത്യാനികൾ എന്നുള്ള പേര് വരത്തക്ക രീതിയിൽ ഒരുപാട് പേരെ കൊണ്ടുപോവുക. ഡൊമീഷ്യൻ ചക്രവർത്തി വിചാരിച്ചു, നോ, ഇനി ഇവനെ ഇങ്ങനെ മുൻപോട്ട് കൊണ്ടുപോയാൽ പറ്റത്തില്ല, ഇവനെ പിടിച്ച് എന്തിടണം? തിളച്ച എണ്ണയ്ക്കകത്തിടാം. ഇവൻ്റെ ആഗ്രഹം എന്തുവാ? അവനിതുവരെയും പ്രത്യക്ഷനായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനിരിക്കും പോലെ നാമും ഇരിക്കേണ്ടതിന് ഈ വെളിപ്പാട് പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ, ഈ വെളിപ്പാട് ഉള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ പിന്നെ വേറെ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നേ? ഈ ലോകത്തിൻ്റെ കാറിനോ വീടിനോ ബംഗ്ലാവിന് വേണ്ടിയോ അവൻ കാത്തിരിക്കുമോ? കാരണം ഒരു കാര്യം അറിയാം, ഇതൊന്നുമില്ലാത്ത ഒരു ശരീരം എൻ്റെ കർത്താവിനുണ്ട്. അവൻ ഇതുവരെ നമുക്ക് അറിയത്തില്ല അതിനെക്കുറിച്ച്. ഹി ഓപ്പൺലി കൺഫസ്, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല, പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം, അവൻ പ്രത്യക്ഷനാകുമ്പോൾ ഞാൻ അവനെ പോലെ ഇരിക്കും. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ അവനെ പോലെ ഇരിക്കും, യേശുവിനെ പോലെ ഇരിക്കും. ഇപ്പോഴുള്ള ശരീരത്തിലുള്ള അലർജികളോ രോഗങ്ങളോ ബലഹീനതകളോ ഇതൊന്നുമില്ലാത്ത യേശുവിനെ സ്നേഹിക്കുന്ന ശരീരം പോലെ നമ്മൾ ഇരിക്കും. ഗ്ലോറി ടു ജീസസ്. കർത്താവിന് കരങ്ങൾ ഉയർത്തി നന്ദി പറഞ്ഞു. ഡൊമീഷ്യൻ ചക്രവർത്തി, നീ എണ്ണയ്ക്കകത്തിട്ട് കാര്യം എന്തായി? നല്ല ഫ്രൈ ആയവൻ പുറത്ത് വന്നുമില്ലേ?
തിളച്ച എണ്ണയ്ക്കകത്തിട്ട മനുഷ്യൻ ജീവനോടെ പുറത്തു വന്നു. എന്നിട്ട് പറഞ്ഞു, ഇവനെ ഇവിടെ കിടത്തിയാൽ ഇനി പ്രശ്നമാണ്, ഇവന് നാട്ടുകാർക്കെല്ലാം പ്രശ്നമുണ്ടാകും, അതുകൊണ്ട് അറിയാം ഇവനെ നേരെ പത്മോസിലേക്ക് വിട്ടേക്കാം. ഡൊമീഷ്യൻ ചക്രവർത്തി വിചാരിച്ചു, എൻ്റെ അധികാരത്തിൽ ഞാൻ അവനെ ആരും വസിക്കാത്ത അസ്ഥികൂടങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഏകാന്തവാസമുള്ള, ഗ്ലോറി ടു ഗാഡ്, ഇവനെ പത്മോസിലേക്ക് ഇവനെ എടുത്തെറിയാം. അവിടെ ചെന്ന മൃഗങ്ങൾ ഇവനെ കടിച്ചു കീർത്തുന്ന കഴിഞ്ഞ നാൾ വരെ ഇതുവരെ പത്മോസിൽ തീപിട്ട ഒരുവനും മടങ്ങി വന്നിട്ടില്ല, അതുകൊണ്ട് അവനെ അങ്ങോട്ട് വിട്ടേക്കാം എന്ന് പറഞ്ഞ് കൂട്ടി എല്ലാവരും കൂടെ ചേർത്ത് വെച്ച് പത്മോസിന്റെ ദ്വീപിൽ കൊണ്ടിട്ടു. ഏത് മനുഷ്യനാ? യോഹന്നാൻ, സബദിയുടെ മകൻ, യാക്കോബിന്റെ സഹോദരൻ, യേശുവിനെ മാറോട് ചേർന്ന് കിടന്നവൻ, ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി, സുവിശേഷം വളരെ വ്യക്തമായി എഴുതിയ മനുഷ്യൻ, ലേഖനങ്ങൾ 1, 2, 3 എഴുതി, ഗായോസിന് എഴുതി, സിറിയ മാന്യ നായികർക്ക് എഴുതി, സഭയ്ക്ക് എഴുതി, എല്ലാവർക്കും എഴുതിയതിന് ശേഷം എല്ലാം തീർന്നു, ഫിനിഷ്, മിനിസ്ട്രി അവസാനിച്ചു കേട്ടോ, മിനിസ്ട്രി അവസാനിച്ചു. ഡൊമീഷ്യൻ വിചാരിച്ചു അവൻ്റെ മരണപത്രം എഴുതി കൊടുത്തു വിട്ടു. യോഹന്നാനെ, നിനക്കിനെ ഒരു മടക്കയാത്ര പത്മോസിൽ നിന്നില്ല, ഒരു മരണപത്രം എഴുതി അവൻ്റെ മേൽ ഒട്ടിച്ചു, എന്നിട്ടങ്ങ് വിട്ടു യോഹന്നാൻ. ഡൊമീഷ്യ, നിനക്കറിയത്തില്ല നീ ആരെയാ വിട്ടേന്ന്. You don't know whom you sent. നിനക്കറിയത്തില്ല നീ ആരെ അങ്ങോട്ട് വിട്ടെന്ന്. നീ തിളച്ചെണ്ണയ്ക്കകത്ത് ചാകാതെ കിടക്കുന്ന യോഹന്നാനെ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. തിളച്ച നെഞ്ചിനകത്ത് കിടക്കുന്ന യോഹന്നാനെ നീ കണ്ടിട്ടില്ല. യേശുവിൻ്റെ ചൂടേറിയ നെഞ്ചിനകത്ത് കിടക്കുന്ന യോഹന്നാന്മാർ ഇന്ന് പകൽ ഈ ആലയത്തിലുണ്ടെങ്കിൽ തിളച്ച എണ്ണ നിനക്കൊരു സാരമില്ല. യേശുവിൻ്റെ ചൂട് നിനക്കുണ്ടെങ്കിൽ തിളച്ച എണ്ണ നിനക്കൊരു വിഷയമല്ല. ഈ ഡൊമേഷ്യൻ വലിയ ഞാനൊരു ദൂത് പറയാം. ലോകം പറയും യുവർ സ്റ്റോറി ഈസ് ഫിനിഷ്ഡ്, നോ മോർ. മുദ്രവെത്തി മരണത്തിൻ്റെ സീല കടിച്ച് നിന്നെ മുദ്രയിട്ട് സീൽ ചെയ്ത് ഉറപ്പിച്ച് നോ മോർ, ഫിനിഷ് ചെയ്തു, ചാപ്റ്റർ ക്ലോസ് ചെയ്തു, കല്ലറയ്ക്കുള്ളി വെച്ചു, ഇനി പുറത്തു വരത്തില്ലെന്ന് വിധി എഴുതിയ നിൻ്റെ കുടുംബത്തിനകത്ത് നിന്ന്, നിൻ്റെ വീട്ടിനകത്ത് നിന്ന് ചില സ്റ്റോപ്പ് ചെയ്ത കാര്യങ്ങളെ ദൈവം വീണ്ടും ലോകം പറഞ്ഞു നിന്നുപോയത് നിർത്തി. ലോകം പറയും കേട്ടോ, അങ്ങനെ തന്നെ പറയും, ഫിനിഷ് ചെയ്തേക്കാം, നിർത്തേക്കാം, ഇനി അവന് പൊങ്ങത്തില്ലെന്നേ, ഇനി അവന് പൊങ്ങാൻ പറ്റില്ലെന്നേ. കർത്താവിന് വാക്ക് കേൾക്കാൻ കാത്തിരിക്കുക. നിങ്ങളുടെ പ്രയത്നമൊക്കെ കഴിയില്ലേ? നിങ്ങളുടെ ശ്രമമൊക്കെ കഴിയില്ലേ? അവനെ നശിപ്പിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിച്ചു. നൗ ഗിവ് ടു മീ. ഇപ്പം എനിക്ക് വിട്ടതാ, ഞാൻ കാണിച്ചു തരാം. ഞാനവനെ എങ്ങനെയാ പണിയുന്നത് ഞാൻ കാണിച്ചു തരാം. പിശാചിന്റെ കർത്താവ് ഭയങ്കര വെല്ലുവിളി കേട്ടോ. നിങ്ങളെ തകർക്കാൻ മാക്സിമം ശ്രമിച്ചു കാണും. കർത്താവ് ഒരു ചോദ്യം ചോദിക്കും, മതിയായോ? ഇറ്റ്സ് ഓവർ. നിന്റെ ശ്രമമെല്ലാം പരാജയപ്പെട്ടോ? ഫിനിഷ്ഡ്? ഓക്കെ, സ്റ്റോപ്പ്. നൗ ഐ വിൽ ഷോ യു വാട്ട് ഐ എം ഗോയിങ് ടു ഡു ടു ഹിം. നീ തിളച്ചെണ്ണയ്ക്കകത്തിട്ടല്ലേ, നീ അവനെ ശരീരം മുഴുവൻ വ്രണമാകത്തക്ക രീതിയിൽ നീ അവനെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചില്ലേ? ഓക്കെ, അവനെ പത്മോസിൽ കൊണ്ടുവിട്ടു, ഇനി അവൻ തിരിച്ചു വരത്തില്ലെന്ന് നീ മുദ്രയിട്ടല്ലേ? ലിസൺ വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഇറ്റ്. ഇന്ന് പിശാചും ദൈവമായിട്ട് ഭയങ്കര ഒരു വാക്കുതർക്കം നടക്കുക. പിശാചെന്ന് പറയുന്നറിയാമോ? നിന്നെ തകർക്കാൻ. ബ്രദറെ കേട്ടോ, ശ്രദ്ധിച്ചോണം. നിന്നെ തകർക്കാൻ ശ്രമിക്കുന്നതിനെ അങ്ങേയറ്റം അവന്മാർ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് നിലനിൽക്കുന്നത് കൃപയാൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് ചില വാശിയുണ്ട്. ഷാബ്രസ്മാനിയ ഉടൽ ക്രാസ്മാനിയ റൗഷ്മ റഗസ്മന ധരിയാന്തര ഉടൽ കബല ബടല ഗബല ഗദിനി ബിരി കമന ബടല ഗബല ബടല ഗബല ഗടല ഗബല അർഖലാം ലഗസ്മാനിയ റൗഷ്മ നഗടല ഗബല ഗദിനി ബിരി കമന ബടല ഗബല ബലബതി ഉറാ ബാബാ ബാബാ റിഖാല ബാബാ ഠാല ബാല ബാ ഥാന ബാല ബാ ഷൗഡാല ബാല ഖദിനി റിബി റിഖാ ബാല ബാല ബടാല ഷൗഡാല ബാല ഠാല ബാല ധിനി റിബി റിഖാല ബാല ബാ ഠാല ബാ റൗഷമന ബാല ഠാല ബാല ധിരി ബി റിഖാ മന ഠാല ബാ റൗഷമന ബടല ഗബല ഗദിനി ബി റിഖാ മന ഗടല ഗബല ഗടല ഗബ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ലോർഡ് ജീസസ്.
ഈ ലോകം നിന്നെ തകർത്ത സ്ഥാനത്ത് നിന്ന് കർത്താവ് ഇന്ന് പകൽ നിന്നെ മടക്കി വിളിക്കും. ലോകം നിന്നെ മാക്സിമം തകർക്കാൻ ശ്രമിച്ചു, ശരിയാ. ദൈവം അനുവദിച്ചു കൊടുത്തു, ശരിയാ. കുടുംബം, ബന്ധങ്ങൾ, സാമ്പത്തികം, ആരോഗ്യം, എവിടെയെല്ലാം അവൻ കയറാം അവിടെല്ലാം കയറി. അങ്ങേയറ്റം ശ്രമിച്ചു, എല്ലാത്തിലും വരും അവൻ ഇൻഫ്ലുവൻസ് ചെയ്തു. പക്ഷേ ദൈവം പറയുന്നോ, നിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ, നീ എനിക്ക് വിട്ടുതാ, എനിക്ക് ചില കാര്യങ്ങൾ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാനുണ്ട്. ദൈവത്തിൻ്റെ പ്രതീക്ഷ ഇതുവരെ തീർന്നു പോയിട്ടില്ല. ലോകത്തിൻ്റെ പ്രതീക്ഷ തീർന്നു പോകും, കൂടെയുള്ള ബിഷപ്പുമാരുടെ പ്രതീക്ഷ തീർന്നു പോകും, അപ്പൻ്റെയും അമ്മയുടെയും പ്രതീക്ഷ തീർന്നു പോകും. സബദിയുടെ പേര് ബൈബിളിൽ കാണുന്നത് പോലുമില്ല. പിന്നെ സബദിയുടെയൊക്കെ പ്രതീക്ഷ അറ്റുപോയി, സഹോദരന്മാരുടെയൊക്കെ പ്രതീക്ഷയൊക്കെ അറ്റുപോയി. ഒന്നും പറയുന്നില്ല. ഇനി എന്ത് സംഭവിക്കാനാ? ഇനി അപ്പുറത്ത് എന്താ ഉള്ളത്? ആ ഭക്തനായ മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു, അവൻ പ്രത്യക്ഷനാകുമ്പോൾ താൻ ഇരിക്കുന്നത് പോലെ നാമം ഇരിക്കേണ്ടതിന്. നമുക്കറിയില്ല. ആ ആഗ്രഹത്തോടെ താൻ ഭക്തൻ പത്മോസിൻ്റെ അകത്തളങ്ങളിലേക്ക് കയറി പോവുക. താൻ ഏകാന്തതയിലാണ്. ഒരാമയും പറഞ്ഞ് താൻ ഒറ്റയ്ക്കാണ് ആ പത്മോസിൻ്റെ അകത്ത്. ആ ഒറ്റയ്ക്ക് അങ്ങനെ കയറി ചെന്ന് നിൽക്കുമ്പോൾ ദൈവത്തിന് തോന്നി, ഇത്ര നാൾ എനിക്ക് വേണ്ടി ഓടിയതല്ലേ, ഇത്ര നാൾ എനിക്ക് വേണ്ടി അധ്വാനിച്ചതല്ലേ, ഇത്ര നാൾ ഈ ഭൂമിയിലുള്ള ബന്ധങ്ങളൊക്കെ അപ്പനെ വിട്ടു, സഹോദരനെ കൊന്നുകളഞ്ഞു, ബാക്കിയുള്ള ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് ഇവൻ എനിക്ക് വേണ്ടി നിൽക്കുന്നവനല്ലേ. ഇവനൊരു കാര്യം തൻ്റെ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, താൻ പ്രത്യക്ഷനാകുമ്പോൾ അത് സ്വർഗത്തിൻ്റെ ചെവിക്കതങ്ങ് ഏറ്റെടുത്തു. സ്വർഗത്തിൻ്റെ ദൈവത്തിന് അത് ഇഷ്ടമായി. താൻ പ്രത്യക്ഷനാകുമ്പോൾ ഇന്ന് പകൽ നിങ്ങൾക്കും ആഗ്രഹിക്കാം, എൻ്റെ ദൈവം എൻ്റെ മുമ്പിൽ നിന്ന് പ്രത്യക്ഷനാകണമെന്ന്. പ്രൈസ് ഗോഡ്. ഗോഡ് ഈസ് വില്ലിങ്. ദൈവത്തിന് പ്രത്യക്ഷനാകാൻ താല്പര്യമുണ്ട്, അവൻ പ്രത്യക്ഷനാകും. പക്ഷേ അതിനു മുമ്പ് നമ്മുടെ ഉള്ളിലൂടെ ഒരു ആഗ്രഹം, എൻ്റെ കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ ഒരാമയും പറഞ്ഞ കർത്താവിന് സ്തോത്രം. സേ പ്രൈസ് ദി ലോർഡ്. ഈ പ്രത്യക്ഷനാകുമ്പോൾ ആഗ്രഹം എന്ന് പറയുമ്പോൾ സുവിശേഷത്തിൽ വിശ്വസിക്കണമെന്ന് എഴുതി, ലേഖനങ്ങളിൽ അറിയണമെന്ന് എഴുതി. ഇത് രണ്ടും എഴുതിയവനെ അറിയിക്കാതിരിക്കുമോ? ഇത് രണ്ടും എഴുതിയവനെ താൻ ആരാന്ന് അറിയിക്കാൻ പത്മോസിന്റെ ദ്വീപിൽ ആദിയിലുള്ളവൻ, ശാശ്വതനായ ദൈവം, വിശുദ്ധനായ ദൈവം, മാറോട് ചേർന്നിരുന്ന് യേശുവിൻ്റെ മാറോട് ചേർന്നിരുന്ന് ഹൃദയം പങ്കുവച്ച ദൈവം, അറിയണമെന്ന് 1000 പ്രാവശ്യം ദൈവസഭയ്ക്ക് വിളിച്ചു പറയുമ്പോൾ സ്വർഗത്തിലൊരു തീരുമാനം, എന്നെക്കുറിച്ച് അറിയണമെന്ന് പറഞ്ഞവനെ എന്നെ ഇന്ന് പകലൊന്ന് കാണിച്ചു കൊടുക്കണം. അതിനവൻ ഇങ്ങനെ കിടന്നാൽ പോരാ, ഇവൻ ഒറ്റയ്ക്ക് എനിക്ക് കിട്ടണം, ഇവൻ ഒറ്റയ്ക്ക് എൻ്റെ അടുത്ത് വരണം. ഇവൻ ഈ പട്ടണത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഒറ്റയ്ക്ക് വരത്തില്ല. അതുകൊണ്ട് ഇവനെ ഒറ്റയ്ക്ക് എൻ്റെ അടുത്ത് കിട്ടാൻ ഇവനെ ഞാൻ പത്മോസിൽ കൊണ്ടുപോവുകയാണ്. പത്മോസിൽ കൊണ്ടുചെന്ന് ഇവനെ ഇപ്പോൾ ഒറ്റയ്ക്ക്. ഇന്ന് പകൽ ആരെങ്കിലും ഒറ്റയ്ക്കാണെന്നുള്ള ചിന്ത ഈ പകലുണ്ടെങ്കിൽ അടുത്ത സീസൺ നിന്റെ സീസണാ. ആരെങ്കിലും ഒറ്റയ്ക്കാണെന്നുള്ള ചിന്ത ഇന്ന് പകൽ നിന്റെ ഹൃദയത്തിൽ ഭരിക്കുന്നുണ്ടെങ്കിൽ അടുത്ത സീസൺ, എന്തും സംഭവിക്കാവുന്ന അടുത്ത സീസൺ, അടുത്തൊരു സീസൺ തുടങ്ങാൻ സമയമായി. നീ ഒറ്റയ്ക്കാണെന്ന് ചിന്തിക്കുന്ന അവസരങ്ങളിലാണെങ്കിൽ ഇന്ന് പകൽ അടുത്ത സീസണ് തുടക്കമായി. ഗ്ലോറി. നീ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ് നിലവിളിച്ച് സമയം കളയാതെ നീ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു നോക്കിക്കേ. അടുത്ത സീസൺ തുടങ്ങാൻ സമയമായി. എന്താ താൻ കാണുന്നേ? നിലവിളക്കുകളെ കാണുന്നു. നിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ചവനെ കാണുന്നു. മാറത്ത് പൊൻകച്ചട്ടിവനെ കാണുന്നു. വെള്ളോടിന് സദൃശ്യമുള്ള കാലുള്ളവനെ കാണുന്നു. കണ്ണ് അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവനെ കാണുന്നു. കാണുക മാത്രമല്ല, കേൾക്കുകയും ചെയ്യുക. എന്താ? അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ശബ്ദം പോലെ, ഇരച്ചിൽ പോലെ അവൻ്റെ ശബ്ദം കേൾക്കുകയാണ്.
നീ അറിയാനേ ആഗ്രഹിച്ചുള്ളൂ, പക്ഷെ നീ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അളവിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ദൈവസഭയുടെ ആത്മീക അനുഭവത്തിൻ്റെ അളവിനെ ഈ പകൽ പരിശുദ്ധാത്മാവ് വർദ്ധിപ്പിക്കുന്നുണ്ട്. പലരുടെയും ഹൃദയത്തിനകത്ത് ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ചിന്തയാ. ലോകം കയറിക്കിടക്കുക. ദൈവജനത്തിന് ദൂത് വെളിപ്പെടുമ്പോൾ ആ യേശുവിനെ വിശ്വസിക്കണം, ആ യേശുവിനെ അറിയണം എന്നുള്ള ആഗ്രഹത്തോടെ കടന്നു വന്നു. അത് മതി, ദാറ്റ് ഈസ് ഇനഫ്. ഇനി അടുത്തൊരു അനുഭവമൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നവരാ 90%, 99%. യേശുവിനെ കാണുക, അതൊന്നും വേണ്ടെന്നേ. അതെന്തിനാ? ദൂതുണ്ട്, പ്രവചനമുണ്ട്, ആലോചനയുണ്ട്, മക്കളുണ്ട്, വീടുണ്ട്, എല്ലാം ഉണ്ട്. മതി, ദിസ് ഈസ് ഇനഫ്. ക്രിസ്തു ജീവിതത്തിൻ്റെ അടുത്തൊരു ലെവൽ ഞാൻ പറഞ്ഞു തരാം, അടുത്തൊരു ആത്മീക അനുഭവം. ഹല്ലേലൂയ. അത് 1 യോഹന്നാൻ ലേഖനത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അതിന് 2-ാം അധ്യായം 20-ാമത്തെ വാക്യം, ചാപ്റ്റർ 2 വേഴ്സ് 20. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച്. കണ്ടോ, പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലതും അറിയുന്നു. യോഹന്നാൻ വെളിപ്പാടിൽ അഭിഷേകത്തിലൊന്നും അല്ല കേട്ടോ. അന്നേരം കീബോർഡ് വായിക്കാനൊന്നും യോഹന്നാനോട് ആളൊന്നുമില്ല. നമ്മൾ വിചാരിക്കുന്നത് എബിയെ പോലുള്ളവർ അല്ലെങ്കിൽ ജെറിനെ പോലുള്ളവരൊക്കെ കീബോർഡ് വായിക്കുമ്പോഴാണ് നമുക്ക് ആരാധന വരത്തുള്ളൂ. അത് കീബോർഡ് വായിക്കുമ്പോഴേ നമുക്ക് ആരാധന വരത്തുള്ളൂ, അല്ലെങ്കിൽ നല്ല ആരാധനയാകത്തുള്ളൂ. അന്നേരം അഭിഷേകമൊന്നും വരത്തുള്ളൂ നമ്മുടെ ചിന്ത. ഇതൊന്നുമില്ലാത്ത പിതാക്കന്മാർ ആത്മാവിൽ ആരാധിച്ചിട്ടുണ്ട്. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ഇതൊന്നുമില്ലാത്ത പിതാക്കന്മാരൊക്കെ ദൈവത്തെ ആരാധിച്ച് ആത്മാവിൽ നിറഞ്ഞ് തുള്ളിച്ചാടിയിട്ടുണ്ട്. ഭാര്യാപുരം യോനാചാര്യൻ്റെ അപ്പച്ചനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു സാക്ഷ്യം കേട്ടു. ഭാര്യാപുരം യോനാചാര്യൻ്റെ ആരോട് പറഞ്ഞു, അച്ഛാ വീടിനകത്ത് ഭൂതം ഇളകി ഒന്ന് 40 കിലോമീറ്റർ ദൂരെയാണ്, അച്ഛാ ഒന്ന് വരാമോ, പ്രാർത്ഥിക്കാമോ? നീ ഒരു റൂമാലെടുക്കടാ. ആ റൂമാലൊരു ടവലെടുത്ത് ആ ടവൽ മേടിച്ചിട്ട് വെള്ളം തെളിക്കടാ. ഇച്ചിരി വെള്ളം തെളിച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ ആ ടവല് തീ കത്തട്ടുന്നു. നനഞ്ഞ ടവലിനകത്ത് തീ കത്തട്ടുന്നു. നീ അത് പിശാചിന് മേലെ വിട്ടിട്ടെ, 40 കിലോമീറ്റർ എനിക്ക് യാത്ര ചെയ്യാൻ വയ്യ, നീ അത് പിശാചിന് വേണ്ടിയിട്ട് അവൻ ഇറങ്ങിപ്പോയിക്കോളൂ എന്ന്. നനഞ്ഞ ടവലിനകത്ത് തീ കത്തട്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് അന്ന് ഏലിയാവ് ചെയ്തതുപോലെ ആ ടവലെടുത്തുകൊണ്ട് പിശാചിന് മേലിട്ടു. അയ്യോ തീ വരുന്നേ എന്ന് പറഞ്ഞ് പിശാച് ഇറങ്ങിപ്പോയി. ഒരു ഡ്രമ്മും ഇല്ല, ഒരു കീബോർഡിസ്റ്റും ഇല്ല, പാട്ട് പാടാൻ ആളില്ല, താളം പഠിക്കാൻ ആളില്ല, ഒന്നുമില്ല. തീ അഭിഷേകം അറിയിക്കും. തലമുറകൾ അഭിഷേകം പ്രാപിച്ചാൽ തീ ചില കാര്യങ്ങൾ തീരുമാനിക്കും. ഫയർ. പ്രസംഗം കേൾക്കാൻ ഭയങ്കര സന്തോഷമാണ്, പക്ഷേ ഇത് അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ. മറ്റൊരു സമയത്ത് താനൊരു മീറ്റിംഗ് നടത്തുക. വീടിൻ്റെ ഫ്രണ്ടിൽ പന്തല, 10-200 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന പന്തലിട്ടിരിക്കുക. എല്ലാ മാസവും അവിടെ മീറ്റിംഗ് ഉണ്ട്. അനേക ദൂര ദേശങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ കടന്നു വരും. അവർ വഴി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഇവിടെ ആലോചന ദൈവം കൊടുക്കും. ഇന്നാള് ഇന്ന പ്രശ്നവുമായി ഈ വീട്ടിലേക്ക് കടന്നു വരുന്നു, അവർക്ക് ഇന്ന രീതിയിൽ പരിഹാരം കൊടുക്കാൻ. എന്തോ വെളിപ്പാടാ. വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങും. മോനെ കയറി വന്നിരിക്കുമ്പോഴേ, എടാ നിൻ്റെ പേര് ഇന്നതാണോ? വർഷം മുമ്പ് ഇന്ന് പേര് പറയുന്നതിനൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഇന്ന് പേര് വിളിക്കുന്നവരെയൊക്കെ. അന്ന് ആരവരെ യോനാച്ചാൻ പേര് വിളിച്ചിട്ട്, മോനെ നിൻ്റെ പ്രശ്നം ഇങ്ങോട്ട് വാ, ഒരൊറ്റ പ്രാർത്ഥന, ഒറ്റ ശാസന, യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോയി. ഭൂതം മാത്രമല്ല, രോഗങ്ങൾ, മരിച്ചു കിടക്കുന്നവരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഡെഡ് ബോഡി ഹോസ്പിറ്റലിൽ നിന്ന് ഈ മീറ്റിങ്ങിനകത്ത് കൊണ്ടുവന്ന് അഭിഷേകം കാര്യങ്ങൾ ചെയ്യും. സേ പ്രൈസ് ദി ലോർഡ്. യേശുവിനെ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ യേശുവിനെ കാണും. കർത്താവ് ഒരു സ്റ്റെപ്പ് മുമ്പിലാണ്, നിങ്ങളുടെ ഒരു സ്റ്റെപ്പ് മുമ്പിലാണ്. നിങ്ങളുടെ ചെറിയ ആഗ്രഹമേ ഉള്ളൂ. ഒരു ചെറിയ ആഗ്രഹം ഉണ്ടെങ്കിലും കർത്താവ് അടുത്ത സ്റ്റെപ്പ് എടുത്ത് വയ്ക്കും. നിങ്ങൾക്ക് അറിയാനേ ആഗ്രഹമുള്ളൂ. കർത്താവ് പറയും,
അറിയുക മാത്രമല്ല, എന്നെ കാണിക്കൂടെ ചെയ്തു തരാം. ഇതുവരെ ലോക ചരിത്രത്തിൽ ആർക്കും കാണിക്കാത്ത രീതിയിൽ യോഹന്നാൻ യേശുവിനെ കണ്ടു. സേ പ്രൈസ് ദി ലോർഡ്. കാണുക മാത്രമല്ല, അവൻ്റെ ശബ്ദം കേൾക്കുകകൂടെ ചെയ്തു. പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലുള്ള ശബ്ദം കേട്ടു. അടുത്ത ലേഖനത്തിൽ അടുത്ത വാക്യം പറയുന്നു, അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെയായി. ഹല്ലേലൂയ. മരിച്ചവനെ പോലെയായി. അതിൻ്റെ അർത്ഥം ആ മരിച്ചവനെ പോലെയായി. താങ്ക് യു ജീസസ്. സേ പ്രൈസ് ദി ലോർഡ്. ആ ഒരു വേദഭാഗം കൂടെ പറഞ്ഞ് ഞാൻ മീറ്റിംഗ് ശുശ്രൂഷ അവസാനിപ്പിക്കാം. 3 ലെവൽസ് ഓഫ് വർഷിപ്പ്, 3 നിലയിലുള്ള ആരാധനയുണ്ട്. നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കാം, നമ്മുടെ മനസ്സുകൊണ്ട് ദൈവത്തെ ആരാധിക്കാം, നമ്മുടെ ആത്മാവുകൊണ്ട് ദൈവത്തെ ആരാധിക്കാം. തുള്ളിച്ചാടുകയും ഓടുകയും ചാടുകയും മറിയുകയൊക്കെ ചെയ്യും നമ്മുടെ ശരീരം കൊണ്ടാണ്. അത് മനസ്സ് ഉൾപ്പെടും. ശരീരം കൊണ്ട് ഭയങ്കരമായിട്ട് ദൈവത്തെ ആരാധിക്കുക. ഐ വർഷിപ്പ് ദ ലോർഡ് ജീസസ്. ഓക്കെ, ദൈവം സന്തോഷിച്ചു. അടുത്ത ലെവൽ മനസ്സുകൊണ്ട് ദൈവം ആരാധിക്കുന്നു. മനസ്സുകൊണ്ട് ത്രൂ മൈൻഡ് വി ക്യാൻ വർഷിപ്പ് ഗാഡ്. മൈൻഡ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയും. ധാരധാരയായ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകും, ഹൃദയം മുങ്ങിപ്പൊട്ടും, ടവലെടുത്ത് മുഖം തുടയ്ക്കും, വീണ്ടും ദൈവത്തെ ആരാധിക്കും, ദൈവത്തിന് മഹത്വം കൊടുക്കും. ത്രൂ മൈൻഡ് യു ക്യാൻ വർഷിപ്പ്. അതും കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അടുത്ത ലെവലിൽ കയറും. ആത്മാവിൽ മാത്രം ആരാധിക്കുന്നൊരു ലെവൽ. അവിടെ നിങ്ങളുടെ ജഡം ആക്റ്റീവല്ല, നിങ്ങളുടെ മൈൻഡും ആക്റ്റീവല്ല. ആ അനുഭവമാണ് യോഹന്നാന് പത്മോസിലുണ്ടായി. അവൻ മരിച്ചവനെ പോലെ ആയിത്തീർന്നു. ഇനി പറയാം, മരിച്ചവരെ പോലെ ആയ കുറേ ആൾക്കാർ ഭജനത്തിനകത്തുണ്ട്. ആദം ഗാഠനിദ്ര വന്നപ്പോൾ ആദമിനകത്തിരുന്ന ഹൗവയെ ദൈവം പുറത്തെടുത്തു. സോ പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെപ്പോൾ ആത്മാവിൽ ആരാധിക്കുന്നു, ജഡത്തിൽ ആരാധിച്ച പ്രയോജനം കുറച്ച് മനസ്സിന് ശരീരത്തിന് സുഖം കിട്ടും, സൗഖ്യമാകും, കാര്യങ്ങളൊക്കെ നടക്കും. മനസ്സുകൊണ്ട് ആരാധിക്കുമ്പോൾ മനസ്സിനൊരു സമാധാനം കിട്ടും, സന്തോഷത്തോടെ വീട്ടിൽ പോകാം. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പ്രൊഡക്റ്റീവ് ആകണമെങ്കിൽ, നിങ്ങളുടെ ഉള്ളിലുള്ള അഭിഷേകം പ്രൊഡക്റ്റീവ് ആകണമെങ്കിൽ എ ഡീപ്പ് സ്ലീപ്പിലേക്ക് നിങ്ങൾ കടന്നു പോകണം. ദൈവമാക്കി വെച്ച ഡീപ്പ് സ്ലീപ്പ്. ആദമിന് ഡീപ്പ് സ്ലീപ്പ് വന്നപ്പോഴാണ് ഹൗവായെ ദൈവം പുറത്തെടുത്തത്. ഒരാമയും പറഞ്ഞാട്ട്. ശലോമോൻ ഡീപ്പ് സ്ലീപ്പിലായപ്പോഴാണ് സ്വർഗത്തു നിന്നുള്ള വിസ്ഡത്തെ അവൻ്റെ ബ്രെയിനിലേക്ക് ദൈവം ട്രാൻസ്ഫർ ചെയ്തത്. വിസ്ഡം, കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം, ലിസൺ. വിസ്ഡത്തെ ട്രാൻസ്ഫർ ചെയ്തത് വെൻ ഹി വാസ് എ ഡീപ്പ് സ്ലീപ്പ്. ഒരു സ്വപ്നം കണ്ടത് മുഖാന്തരമാ ആ ദർശനത്തെ, ആ ഡീപ്പ് ജ്ഞാനത്തെ കൊടുത്തു, ദൈവം കൊടുത്തു. ഒരാമയും പറഞ്ഞു. കർത്താവ് രാമയും. യോഹന്നാൻ പത്മോസിലായിരുന്നപ്പോൾ, ഗാഠനിദ്രയിലായിരുന്നപ്പോഴാണ് 7 സഭകൾക്കുള്ള ദൂത്, ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ദൂതുകളോട് മാച്ചാകത്തക്ക രീതിയിൽ വെളിപ്പാട് പുസ്തകം, യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടെന്ന പുസ്തകം യോഹന്നാൻ്റെ കയ്യിൽ ദൈവം സുരക്ഷിതമായി പരമേൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ചോദ്യം, ഈ പുസ്തകം എങ്ങനെ പുറത്തു വന്നു? യോഹന്നാൻ പത്മോസിൽ മരിച്ചെങ്കിൽ ഈ പുസ്തകം പുറത്തു വരില്ല. അതിൻ്റെ അർത്ഥം ഹി കെയിം ബാക്ക്. മടങ്ങി വരും, മടങ്ങി വരും. ഒരാമയും പറഞ്ഞ കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ദൈവം നിന്നെ കൊണ്ട് ചെയ്യിക്കാനുള്ള കാര്യങ്ങൾ ദൈവം ചെയ്യിപ്പിക്കും. മടങ്ങി വരും. ദൈവസഭയോടുള്ള ദൂതാണ്, മടങ്ങി വരും, മടങ്ങി വരും. ദൈവം ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. ഓൺലൈനിൽ ഞങ്ങളെ വാച്ച് ചെയ്യുന്ന ശ്രദ്ധിച്ചാൽ മടങ്ങി വരും, മടങ്ങി വരും. ദൈവം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള കാര്യങ്ങൾ ദൈവം ചെയ്യിപ്പിക്കും. ദൈവം ഒരു പ്രൊജക്റ്റും പൂർത്തിയാകാതെ അവസാനിപ്പിച്ചിട്ടില്ല. ദൈവം എല്ലാ പ്രൊജക്റ്റും പൂർത്തിയാക്കിയിട്ട് തീർത്തിട്ടുള്ളൂ. ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ ദൈവം വിളിച്ചിറക്കിയപ്പോൾ പകുതി വഴിക്ക് ദൈവം വിട്ടില്ല. മോശ മരിച്ചു എന്ന് പറഞ്ഞ് പ്രൊജക്റ്റ് അവസാനിപ്പിച്ചിട്ടില്ല. അടുത്തവരെ ദൈവം എഴുന്നേൽപ്പിച്ച് പറഞ്ഞു, യോശുവയെ, നിനക്ക് അടുത്ത കൃപ തരിക, നീ ഇവരെ കൊണ്ട് വാഗ്ദത്തനാട്ടിലേക്ക് പ്രവേശിക്കുക. ഒരു പ്രൊജക്റ്റും ദൈവം പകുതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിലും ദൈവം ആരംഭിക്കും. കശോ, ദൈവം ആരംഭിക്കും. ഒരൊറ്റ പ്രൊജക്റ്റും ദൈവം അവസാനിപ്പിച്ചിട്ടില്ല കേട്ടോ, അവസാനിപ്പിച്ചിട്ടില്ല. താങ്ക് യു ജീസസ്. ശ്രദ്ധിച്ചോണം, മടങ്ങി വരും, മടങ്ങി വരും.
വരും. ശ്രദ്ധിച്ചു, ഈ വാക്ക് ശ്രദ്ധിച്ചോ. നീ എഴുതി വെച്ചതൊന്നും വ്യർത്ഥമായി പോകത്തില്ലെന്ന്. അത് പ്രിൻ്റ് ചെയ്ത് ലോകരാജ്യങ്ങളിൽ ജനങ്ങളുടെ കൈകളിൽ എത്തക്കത്തേറി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനുമേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. കേട്ടോ, ഒന്നും തീർന്നിട്ടില്ല കേട്ടോ ബ്രദറെ. തീർന്നെന്ന് പറഞ്ഞിരിക്കരുത്. പത്മോസിൻ്റെ ദ്വീപിലാണെങ്കിൽ തീർന്നെന്ന് പറഞ്ഞിരിക്കരുത്. ഗോഡ് ഈസ് സ്റ്റിൽ വർക്കിംഗ്. ദൈവത്തിന് അറിയാത്തതൊന്നുമില്ല. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ല. ദൈവത്തിന് സകലതും കഴിയുന്ന ദൈവമാണ്. താങ്ക് യു ജീസസ്.